ഈ വിഷയം, മരണം, അതിൻ്റെ ശാസ്ത്രീയത, അതിൻ്റെ മതങ്ങളുടെ വീക്ഷണത്തിലുള്ള മരണം, ഈ വക കാര്യങ്ങളിൽ നമ്മളോട് വിശദമായിട്ട് സംസാരിക്കാൻ ഏറ്റിട്ടുള്ളത് ഡോക്ടർ വിശ്വനാഥൻ ചാത്തോത്താണ്. അദ്ദേഹം ഈ വക അന്ധവിശ്വാസാചാരങ്ങൾക്കും യോഗയുടെ പേരിലുള്ള ചൂഷണങ്ങളോടും തട്ടിപ്പുകൾക്കും എതിരെ വർഷങ്ങളായി അതിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങളോട് കൂടുതലായി സംസാരിക്കും. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. പ്രൊഫസർ ജോസഫ് സാർ ഒരു പ്രതീകമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം കഥകളും യാഥാർത്ഥ്യവും വേർതിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ്. പുരാതനമായ കഥകൾ, കാവ്യഭാവനകൾ, ചില വിശ്വാസ പ്രസ്ഥാനങ്ങളുടെ ധാരണകളായി, വിശുദ്ധ വിശ്വാസങ്ങളായി ഉറച്ചു പോവുകയും ഈ പ്രസ്ഥാനങ്ങൾ വരച്ചിടുന്ന ലക്ഷ്മണരേഖകളെ അബദ്ധത്തിൽ മനഃപൂർവമല്ലാതെ സ്പർശിച്ചു പോകുന്ന മനുഷ്യരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹിക അവസ്ഥയുടെ പ്രതീകമാണ് ജോസഫ് സാർ. അതുകൊണ്ട് അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ വിഷയ ചർച്ചയിൽ പ്രസക്തമാണ് എന്നതുകൊണ്ടാണ് ഈ ഓർമ്മ ആദ്യമായി എടുക്കുന്നത്. രണ്ടാമതൊന്നുകൂടിയുണ്ട്. ആ കൈയുണ്ടല്ലോ, വെട്ടിപ്പോയ കൈ, പൂർണ്ണമായല്ലെങ്കിലും ഇന്നത് ഉപയോഗയോഗ്യമാണ്. ആ ഒരു വസ്തുത കൂടി ഇന്നത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രസക്തമാണ്. അതുകൊണ്ടും കൂടിയാണ് ജോസഫ് സാറിനെ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നത്. സയൻസ് ട്രസ്റ്റ് കോഴിക്കോട്, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം, യുക്തിയുഗ മാസിക, ഇങ്ങനെ ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളുടെ ഒക്കെ ഒരു ഊർജ സ്രോതസ്സാണ് ഇവിടുത്തെ സൗഹൃദം, ഇന്റർനെറ്റിലുള്ള ഞങ്ങളുടെ സൗഹൃദം. ജബ്ബാർ മാഷും മുഹമ്മദ് പാർക്കലും സുശീൽ കുമാറും ഒക്കെ അടങ്ങുന്ന മലപ്പുറം യുക്തിവാദ സംഘമാണ് ഞങ്ങളുടെ ഊർജ സ്രോതസ് എന്ന് പറയാം. ഇവിടെ എന്നെ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ അവരൊക്കെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മരണം, കഥകളും ശാസ്ത്രവും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ആലോചനാ വിഷയം. ഇതൊരു കവിത, സൗദമൈലയുടെ കവിതയാണ്. ജി ശങ്കരക്കുറുപ്പ് മരിച്ചു കിടന്നപ്പോൾ അവർ എഴുതിയ കവിയാണ്. മൃതി എത്രമേൽ സാധാരണം, എത്രമേൽ ദുഃഖമയം, എത്രമേൽ മഹാത്ഭുതമെന്നറിയുന്നേൻ. ആ മാത്ര വരെ ജീവൻ മുറുകെ പിടിക്കുന്നു, ആ മാത്ര വരെ സ്നേഹ ദുഃഖ വാത്സല്യ ക്രോധ പ്രേമങ്ങൾ ഇരമ്പുന്നു. ചിന്തയും പ്രതീക്ഷയും നോവും അല്ലലും രോഗക്ലേശവും ഉൾക്ഷോഭവും അമ്പുകളേറെ തട്ടിമുറിഞ്ഞു പുണ്ണായി തീർന്ന നൊമ്പരങ്ങളും നവ്യ കാവ്യസങ്കല്പങ്ങളും ശുദ്ധഭക്തിയും ജീവചൈതന്യ പ്രഭാവവും കത്തി നിൽക്കുന്നു. പെട്ടെന്നൊക്കെയും അതാ തീർന്നു. ഒരു വേദന, പിന്നെയൊരു വിസ്മയം, ദീർഘമൊരു നിശ്വാസം, ബാക്കിയുള്ളതീ ജഡം മാത്രം. ഒരൊറ്റ നിമിഷത്തിൽ ജഡം ബാക്കിയാവുന്നു, ചൈതന്യം വേർപിരിയുന്നു എന്നത് സമകാലീന കാവ്യഭാവനകളിൽ പോലും ആവർത്തിക്കപ്പെടുന്നു. മരണത്തെക്കുറിച്ച് 1000 കൊല്ലം മുമ്പ് മഹാഭാരതത്തിൽ ഇതുതന്നെ ആവർത്തിക്കപ്പെടുന്നു. ഇതൊരു പുരാതന കാവ്യസങ്കല്പമാണ്. നമ്മൾ കഥകളെ കുറിച്ചും കാവ്യസങ്കല്പങ്ങളെ കുറിച്ചുമാണല്ലോ പറഞ്ഞു തുടങ്ങുന്നത്. ഇത് കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ തർജ്ജമയാണ് മഹാഭാരതത്തിന്റെ. മുട്ടി മൺകട്ടകൾ കൊത്ത ചത്ത മെയ് വിട്ടുടൻ ജന്മം പരലോകം പോകും. മരണം ഒരു യാത്രയാണ്, പരലോകത്തേക്ക് പോവുകയാണ്. വേറൊരു ലോകമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. എങ്ങനെ? മരമുട്ടിക്കും മൺകട്ടകൾക്കും ഒത്ത നിർജീവമായ ശരീരം. ഇതിനെ സജീവമാക്കുന്നത് ഏതോ ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം വേർപെട്ട് ഒരു യാത്ര പോവുകയാണ്. ഇതാണ് ധാരണ. ഇത് തന്നെയാണ് പെട്ടെന്നൊക്കെയും അതാ തീർന്നു. ഒരു മാത്രയിൽ ഇത് രണ്ടും വേർപിരിയുകയാണ്.
മുട്ടി മൺകട്ടകൾ കൊത്ത ജഡം, ചൈതന്യ പ്രഭാവം വേറെ, അതിന്റെ യാത്ര, ബാക്കിയുള്ളത് ഈ ജഡം മാത്രം. ഇതാണ് ഒരു പുരാതന കാവ്യസങ്കല്പം. ഇത് തന്നെ തുടരുന്നു എന്നതാണ്. പത്രഭാഷ എന്നത് നടപ്പ് ഭാഷ തന്നെ. യശോമനി പി ഗോവിന്ദപിള്ള മരിച്ചപ്പോൾ നവംബർ 23 പ്രസിദ്ധീകരിച്ചതാണ് PG വിടവാങ്ങി എന്ന് പറയുന്നത്. നമ്മളെല്ലാം പറയുന്ന കാര്യമാണത്. മരണം എന്നാൽ ഒരു യാത്രയാണ്, വിടവാങ്ങലാണ്, പോവുകയാണ്, യാത്രയാണ്. ആരാണ് യാത്രയാവുന്നത്? ആരാണ് യാത്രക്കാരൻ? ഇത് ഉറച്ചുപോയ ഒരു സങ്കല്പമാണ് നമ്മുടെ ഭാഷയിൽ. മരണം എന്നാൽ പോവുകയാണ്. മൂപ്പര് പോയിട്ടാ, മൂപ്പര് പോയി, കാര്യം പോക്കാണ്, യാത്രയാണ്. ഈ സങ്കല്പം അതിപുരാതനമാണ്. 2000 വർഷം മുമ്പ്, എത്രയോ കാലം മുമ്പ്, മനുഷ്യണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ കാണുന്നത് ഇതാണ്. ഈ നിർജീവമായ ശരീരത്തെ വിട്ട് ചൈതന്യത്തിന്റെ യാത്രയാണ് മരണം എന്നതാണ് നമ്മുടെ കഥ. നമ്മൾ പറയും, ബൃഹദാരണ്യോപനിഷത്ത് പറയും, പുൽപ്പുഴു ഒരു ഇലയുടെ തുമ്പിൽ നിന്ന് അടുത്ത ഇലയിൽ കയറിയതും ആദ്യത്തെ ഇല വിടുന്നു. അതുപോലെ ആത്മാവ് ഇപ്പോഴത്തെ ശരീരത്തെ നിർജീവമാക്കിയ ഉടനെ അടുത്ത ആശ്രയത്തെ, ശരീരത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നിർജീവമായ ശരീരത്തെ സജീവമാക്കുന്നത് വേറെ ഒരു പ്രകൃത്യതീതമായ ഒരു സത്തയാണ്. അത് വേർപെട്ടു പോവുകയാണ് എന്നാണ് ആ സങ്കല്പം. ഇത് തന്നെ മഹാഭാരതത്തിലൊക്കെ കാണാം. അവിടെ യമൻ വരുന്നു. എങ്ങനെ കയ്യിൽ കയറുമായി, നല്ല കറുപ്പായി, രക്തനേത്രനായി ഒരു ദേവത വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇത് സാവിത്രിപാഖ്യാനമാണ്. ഇതേ സംഗതി തന്നെ മറ്റ് സംസ്കാരങ്ങളിലും ആവർത്തിക്കുന്നത് കാണാം. ഇവിടെയും അങ്കുഷ്ടാംഗൻ പുരുഷൻ, ഒരു ചെറിയ ഒരു ശരീരത്തിൽ നിന്ന് ഒരു വിരലോളം പോന്ന ഒരു സത്ത ഈ മരണം കൊണ്ടുപോവുകയാണ്. ഇത് തന്നെയാണ് യമനും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. കയ്യിൽ കയറുമായി വരുന്നത് അങ്കുഷ്ടാംഗനായ പുരുഷനെ ആകർഷിച്ചു കൊണ്ടുപോകാൻ. വിരലോളം പോന്ന ഈ സത്തയുണ്ടല്ലോ, അതാണ് മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ. അതിനെ ആകർഷിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ കാവ്യസങ്കല്പങ്ങളിൽ ചിലതൊക്കെ കാലഹരണപ്പെടാറുണ്ട്. ഇവിടെ ഇതാണ് അങ്കുഷ്ടാംഗൻ പുരുഷനെ ആകർഷിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ യമൻ, ഇന്ന് യമൻ ഫെവിക്കോളിന്റെ പരസ്യത്തിൽ വരുന്നത്, ഫെവിക്കോളാൽ ഒട്ടിപ്പോയ ഈ ആത്മാവിനെ വലിച്ചെടുക്കാൻ പറ്റാതെ യമൻ കുടുങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ ചില സങ്കല്പങ്ങൾക്ക് കാലഹരണപ്പെടലും സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കണം. വാസ്തവത്തിൽ കാവ്യസങ്കല്പങ്ങൾ ചിലതൊക്കെ കാലഹരണപ്പെടേണ്ടതുണ്ട്. കാലഹരണപ്പെടാത്ത കാവ്യസങ്കല്പങ്ങളാണ് കൈകൾ വെട്ടുന്നത്. ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് കാലഹരണപ്പെടാത്ത ചില സങ്കല്പങ്ങളാണ്. ഈ ചില സങ്കല്പങ്ങൾ ഇത് കാവ്യമാണ്, ഇത് സങ്കല്പമാണ്, ഇത് കഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ മറികടക്കുകയും വേണം. അത് സാധിക്കാത്തിടത്താണ് ഉറച്ചു പോകുന്നത്. കാവ്യസങ്കല്പങ്ങൾ വിശ്വാസ പ്രമാണങ്ങളായി ഉറച്ചു പോകുന്നതും അവ വരക്കുന്ന ലക്ഷ്മണരേഖകളെ ആരെങ്കിലും അബദ്ധത്തിൽ തീണ്ടിപ്പോയാൽ അവരുടെ കയ്യോ കാലോ അവരുടെ ജീവൻ തന്നെയോ വെട്ടപ്പെടുന്നത്. ശാസ്ത്രത്തിന്റെ കണ്ണിൽ മരണം ഒരു സംഭവമല്ല. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു സംഭവമായിട്ടാണ് കാണുന്നത്. സംഭവമാണ്, ഇതൊരു ഇവന്റ് വേർ ഈ നമ്മുടെ ചൈതന്യം ജഡത്തിൽ നിന്ന് വേർപിരിയുന്ന ഒരു സംഭവമാണ്, ഒരു യാത്രയാണ്, പടിയിറങ്ങലാണ്. അങ്ങനെ ഒരു സംഭവമല്ല, ഒരു പ്രക്രിയയാണ് മരണം എന്നതാണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാട്. ഒരു നീർക്കുമിള പോലെ ഒരു മനുഷ്യനങ്ങ് പൊട്ടിത്തീരുക ഒരൊറ്റ മാത്രയില്ല എന്നുള്ളത് ഒരു പക്ഷേ അണുവികിരണത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. സാധാരണ നിലക്ക് ഒരു പുൽപ്പുഴു ഇലമാറുന്ന അത്രയും സമയത്തിനിടയിൽ നടക്കുന്ന ഈ വേർപിരിയൽ അതല്ല, ഒരു കൃത്യമായ വേർപിരിവായല്ല എന്ന് ശാസ്ത്രം മരണത്തെ മനസ്സിലാക്കുന്നത്. ഒരു സംഭവമല്ലാതെ അനേക മണിക്കൂറുകൾ നീളുന്ന ഒരു പ്രക്രിയ ആണ്. ഇറ്റ് ഇസ് എ പ്രോസസ് ദാൻ ആൻ ഇവന്റ്. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാനമായ ഒരു പോയിന്റ്. ഡെത്ത് ഇസ് എ പ്രോസസ്, ഇറ്റ് ഇസ് നോട്ട് എൻ ഇവന്റ്. അത് പ്രധാനമായ ഒരു സംഗതിയാണ്. ഇതും ചില സംഗതികൾ ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആവർത്തിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും പ്രധാനമായ അടിസ്ഥാന ധാരണ, ഇങ്ങനെ മുട്ടി മൺകട്ടകൾക്കൊത്ത, മരമുട്ടിയോ മണ്ണിന്റെ കട്ടയോ പോലെയുള്ള നിർജീവമായ ഒരു ശരീരവും അതിനെ സജീവമാക്കുന്ന ഒരു പ്രകൃത്യതീത ചൈതന്യവും എന്ന നിലയിലല്ല ഇന്ന് നമ്മൾ ജീവികളെ, മനുഷ്യനെ അടക്കം, മനുഷ്യൻ ഒരു ജീവി മാത്രമാണ്, മനുഷ്യന് പ്രത്യേകിച്ചൊരു പ്രാധാന്യമൊന്നും ഇന്നില്ല. മറ്റു ജീവികളെ പോലെ ആൽമരമോ ആൾക്കുരങ്ങനോ തമ്മിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം ജീവികൾ തന്നെ. ഇവയൊക്കെയും കുറിച്ച് പറയുകയാണെങ്കിൽ അവയൊക്കെ കോശങ്ങളാൽ നിർമ്മിതമാണ്, സെല്ലുകളാൽ നിർമ്മിതമാണ്.
പൊതു ജീവധർമ്മങ്ങൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ് ഒരു കോശം. പരസ്പരം കുറെ ആശ്രയിച്ചും കുറെ സ്വതന്ത്രമായും കഴിയുന്ന കോശങ്ങളുടെ സംഘാതമാണ് ഒരു ബഹുകോശ ജീവി. ഇതൊരു അടിസ്ഥാനമായ ഒരു സത്യമാണ്, ഒരു പ്രസ്താവന. ഇത് നമ്മൾ ഓർത്തേ പറ്റൂ. ഇങ്ങനെയാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അനേക കോശങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം അതിനൊക്കെ കുറെയൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ നിർജീവമായ, മൺകട്ട പോലെ നിർജീവമായ ഒരു ശരീരമല്ല ശവം പോലും. നമ്മൾ ശവം എന്ന് പറയുന്നു, പെട്ടെന്നൊക്കെയും അതാ തീർന്നു, ബാക്കിയുള്ളത് ഈ ജഡം മാത്രം എന്ന് പറയുന്നുണ്ടല്ലോ. ആ ജഡം പോലും അങ്ങനെ മൺകട്ട പോലെ നിർജീവം അല്ല. ഹൃദയമിടിപ്പ് നിലച്ച ഒരാളിൽ നിന്ന് 15 മിനിറ്റ് അവയവദാന പത്രമൊക്കെ നമ്മൾ കൊടുക്കുന്നു. 15 മിനിറ്റ് വൃക്ക ശേഖരിക്കാം. പിന്നെ ഒരു 24 മണിക്കൂർ നേരം തൊലികളിലെ കോശങ്ങൾ സജീവമായിരിക്കുന്നു. 48 മണിക്കൂർ നേരം അസ്ഥികളിലെ കോശങ്ങൾ സജീവമായിരിക്കുന്നു. ശരീരധമനികളിലെ രക്തധമനികളിലെ കോശങ്ങൾ 3 ദിവസം സജീവമായിരിക്കുന്നു. ഇത് പറയുന്നത് മരിച്ച ആളെ കുറിച്ചാണ്. അപ്പോ ഇവിടെയാണ് കൃത്യമായൊരു വേർതിരിവല്ല സംഭവിക്കുന്നത്. ഒരു ശരീരം മുഴുവൻ ഒരു സെക്കൻഡിൽ അങ്ങോട്ട് നിർജീവമായി മരമുട്ടി പോലെ ആവുകയല്ല ചെയ്യുന്നത്. ഈ മരിച്ചു, ഈ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, തലച്ചോർ പ്രവർത്തിക്കുന്നില്ല, ശരി. പക്ഷേ 15 മിനിറ്റ് നേരം വൃക്ക പ്രവർത്തിക്കാൻ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. 3 ദിവസം വരെ രക്തധമനികളിലെ കോശങ്ങൾ സജീവമായിരിക്കുന്നു. ഇതൊരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശാസ്ത്രവസ്തുതയാണ്. പക്ഷേ ഈ കോശങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഇത്രയും സജീവമായ കോശങ്ങളുണ്ട്, പക്ഷെ മരണം സംഭവിച്ചു. എന്തുകൊണ്ട്? നമുക്ക് താല്പര്യമുള്ളത് വ്യക്തി എന്ന നിലയിൽ, ഒരു ജീവി എന്ന നിലയിൽ ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെയാണ് മരണത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ അതിനെ ഈ വ്യക്തിയുടെ അന്ത്യമാണ് മരണം എന്ന് നമ്മൾ നിർവചിക്കുന്നു. വ്യക്തിയുടെ അന്ത്യമാണ് മരണം. അപ്പോൾ വ്യക്തി എവിടെ? ഈ നമ്മൾ പറഞ്ഞൊരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ തിരിച്ചു പോകാനാവാത്ത ഒരു ഘട്ടമുണ്ട്. ഒരു പോയിന്റ് എത്തിയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ടേ ഉള്ളൂ യാത്ര. അങ്ങനെയുള്ള പോയിന്റുകളുണ്ട്. അവിടെ വെച്ചാണ് മരണം. നമ്മൾ ഈ വ്യക്തിക്ക് ഇനി ജീവനില്ല. അയാളുടെ കോശങ്ങൾ, അയാളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൃക്ക പ്രവർത്തിക്കുന്നുണ്ടാവാം, അയാളുടെ തൊലികൾ പിന്നെയും പ്രവർത്തിക്കുന്നുണ്ടാവാം, എല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷെ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനി പ്രവർത്തിക്കാൻ സാധ്യമല്ല. അവിടെ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ വന്നു കഴിഞ്ഞു. ഇതെപ്പോഴാണ് തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സാധാരണ പറയാം, ആ ഹൃദയം നിലച്ചു എന്നാണ് സാധാരണ പറയുന്നൊരു ഭാഷ. മാനവരാശിക്കായി തുടിച്ച ആ ഹൃദയം നിലച്ചു എന്നാണ് പത്രഭാഷ സാധാരണ പറയുന്നത്. അപ്പൊ ഹൃദയം നിലക്കുക എന്നതാണ് മരണത്തിന്റെ ഡെഫിനേഷൻ ആയിട്ട് എടുത്തിരുന്നത്. ഹൃദയം നിലച്ച മരണമായി എന്നുള്ളതാണ്. ഇത് പറഞ്ഞ പോലെ പുരാതനമായ ഒരു കാവ്യസങ്കല്പമാണ്. മഹാനാരായണ ഉപനിഷത്ത് പറയും, കഴുത്തിൽ നിന്ന് ഒരു ജാൻ താഴെ നാഭിക്ക് മേലെയായി സ്ഥിതി ചെയ്യുന്ന ഹൃദയം അവിടെ വിശ്വാത്മാവിന്റെ ശ്രേഷ്ഠമായ സ്ഥാനമായിട്ട് അറിയണം എന്നാണ് മഹാനാരായണ ഉപനിഷത്ത് പറയും. എല്ലാ പഴയ ഗ്രന്ഥങ്ങളും ഒക്കെ അത് തന്നെ ആവർത്തിക്കുന്നതാണ്. ഹൃദയത്തിനകത്താണ് ഈ ആത്മാവ് ഇരിക്കുന്നത്. അത് യവത്തോളം ചെറുതാണ്, വന്യശിഖാതുല്യമാണ്, ഇങ്ങനെയൊക്കെ വർണ്ണിക്കും. ഇതുകൊണ്ടാണ് പഴയ വൈദ്യന്മാരും ചരകത്തിലൊക്കെ പറയുന്നതാണ്, ഹൃദയത്തിന് ആഘാതമേറ്റാൽ മഹാരസ്യം മുറിഞ്ഞാൽ മരണവും സംഭവിക്കാം. കാരണമാണ് ഓജസ്സിന്റെ ഉത്കൃഷ്ടമായ സ്ഥാനം അവിടെയാണ്. അവിടെയാണ് ചൈതന്യത്തിന്റെ സംഗ്രഹം. ഹൃദയത്തിനകത്താണ് എല്ലാം. ഇന്നും നമ്മൾ ആവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ന് പക്ഷെ അതല്ല. ഇന്ന് ഹൃദയത്തിന് പരിക്കേറ്റാൽ രക്ഷപ്പെടുന്നു, ഒരു ആദ്യ ശസ്ത്രക്രിയ, ഇതൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യം കേൾക്കുന്നു. ഇത് വളരെ നമ്മൾ എന്താ പറയാ, പേർത്തും എന്ന് പറയില്ലേ, ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തിലാണ് മനുഷ്യൻ ആദ്യമായി ഹൃദയത്തിൽ ശസ്ത്രക്രിയ ചെയ്തത് എന്നുള്ളത്. നമ്മുടെ കാലത്ത് ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീ ഇന്നും ജീവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു 10-70 കൊല്ലത്തിനകത്താണ് നമ്മൾ ഹൃദയത്തെ തുറന്ന് ശസ്ത്രക്രിയ ഹൃദയത്തെ തുറയല്ല, ഹൃദയത്തെ തൊടാൻ ചെയ്തെന്നുള്ളതാണ്. ഇദ്ദേഹം ഈ റോബർട്ട് ഇ ഗ്രോസ് എന്ന ഈ സർജൻ അദ്ദേഹം ഈ ഓപ്പറേഷൻ ചെയ്തത് തന്നെ അദ്ദേഹത്തിന്റെ ചീഫ് വെക്കേഷൻ പോയ സമയത്താണ്. 2 മാസം യാത്ര പോയ സമയം നോക്കിയിട്ട് ഈ ഓപ്പറേറ്റ് ചെയ്യാൻ. അന്ന് ഈ ഹൃദയത്തെ തൊടുക എന്നുള്ള അചിന്യമാണ്. ഈ കുട്ടി ഇന്നിപ്പം അവരൊരു മുതുമുത്തശ്ശിയായി കഴിഞ്ഞു. അന്ന് 7 വയസ്സ് പ്രായം, 1937 അവർ ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം, അവരുടെ
പൾമനറി ആർട്ടറിയും അയോർട്ടയും തമ്മിൽ, ശുദ്ധരക്തവും അശുദ്ധരക്തവും പോകാനുള്ള കൊള്ളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ജന്മനാലേ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 20കൾക്കപ്പുറം ജീവിക്കുക അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, ഇത് ലൈഗേറ്റ് ചെയ്തിട്ട്. ഇത് വളരെ ലളിതമായ ശസ്ത്രക്രിയ, ഇന്നത്തെ വളരെ ലളിതമായ ശസ്ത്രക്രിയയാണ്, എല്ലാവരും നടക്കുന്ന ശസ്ത്രക്രിയയാണ്. ഇത് നടന്നത് നമ്മുടെയൊക്കെ ഓർമ്മകളിലാണ്. ഇയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നാം അറിയെ തന്നെ ശാസ്ത്ര വസ്തുതകളും ഒക്കെ മാറുന്നത്. വസ്തുതകൾ മാറുന്നു, കഥ മാറുന്നില്ല. ഇത് നമ്മളെ എങ്ങനെ നമ്മുടെ മനുഷ്യനെ കുറിച്ചുള്ള ധാരണയെ, പ്രകൃതിയെ കുറിച്ചുള്ള ധാരണയെ വ്യത്യസ്തപ്പെടുത്തുന്നു എന്ന് ആലോചിക്കുന്നതേയില്ല. 1953 ഹൃദയത്തിനും ലങ്ങിനും പകരം നിൽക്കാവുന്ന ഹാർട്ടിൻ ബൈപ്പാസ് മെഷീൻ വന്നു. ഓപ്പറേഷൻ എളുപ്പമായി. ഹൃദയം തുറന്ന ശസ്ത്രക്രിയ ചെയ്യാമെന്നായി. 1967 ഹൃദയം മാറ്റിവെക്കാമെന്നായി. 1992 വന്ന ഒരു മലയാള പടമാണ്. ഹൃദയം മാറ്റിവെച്ച ആളുടെ പിന്നാലെ ഈ കൊടുത്ത ആളുടെ, ഹൃദയം കൊടുത്ത ആ ശവശരീരത്തിന്റെ ആത്മാവ് കൂടുകയാണ്. വൃക്ക മാറ്റിവെച്ചതും കണ്ണ് മാറ്റിവെച്ച കേസുകളിലൊന്നും ഈ ആത്മാവ് കൂടുന്നില്ല. കാരണം ആത്മാവിന്റെ സ്ഥാനം ഹൃദയമാണ്. അത് പിന്നാലെ പോവുകയാണ് 92. ഇന്ന് ഹൃദയം പകരം വെക്കാം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് പകരം ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ഒരു പമ്പാണ് ഹൃദയം. അതിന് 1 കോടി രൂപ വിലയിൽ ഇന്ത്യയിൽ ലഭ്യമാണ്. ഹൃദയം എന്ന സാധനം മൊത്തം അതിന് പകരം ഒരു പമ്പ് വെക്കാം. അതുപോലും ഈ ഒരു ആയുഷ്കാലത്തിനിടയിൽ സാധ്യമായ സംഗതിയാണ്. വിശ്വാത്മാവിന്റെ താമസസ്ഥാനമായ ഹൃദയ ഗുഹയിൽ അങ്ങനെ ഒരു സാധനവും ഇല്ല. അതിന് പകരം ഒരു ആർട്ടിഫിഷ്യൽ ഹാർട്ട് വേണമെങ്കിൽ വെക്കാം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ ഉദാത്തമായ കവിത തൊട്ട് ഓട്ടോറിക്ഷ സാഹിത്യം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഓട്ടോറിക്ഷത്തില്ലെങ്കിൽ എഴുതിയിട്ടാണ്. പാദസ്വരം കാലിലാണെങ്കിലും കിലുക്കം മനസ്സിലാണ് എന്നൊക്കെ ഇങ്ങനെ ബാക്കിൽ എഴുതി വെച്ചിട്ടാണ്. അതുപോലെ ഒരു സംഗതിയാണിത്. നീ എന്റെ ഹൃദയത്തിലാണെങ്കിൽ ഞാൻ നിന്നെ മറക്കാം, നീ എന്റെ ഹൃദയമാണെങ്കിൽ എങ്ങനെ മറക്കും. അപ്പൊ ഹൃദയമാണ് ഓർമ്മയുടെ സ്ഥാനം എന്നാണ്. ഇത് ചുള്ളിക്കാരന്റെ ഒരു കവിതയാണ്. ഇത് രണ്ടും കൺസെപ്റ്റ് വരുന്ന ഒരു കവിതയാണ്. സമയം പോകുന്നത് അപ്പൊ അത് ഞാൻ ഇപ്പൊ പാടുന്നില്ല. അതിൽ പറയാം, പരലോക യാത്രക്ക് ഇറങ്ങും മുമ്പേ എന്നാണ്. അതില് സ്മരണതൻ ഗ്രന്ഥാലയത്തിൽ എങ്ങും തപ്പുന്നത് ഹൃദയമാണ് തപ്പുന്നത് എന്താണ്. മരണം ഒരു യാത്രയാണ്. ഇതാണ് ഇതിന്റെ ഒരു ഒറ്റ 2-3 വലിയ പടം. ഒടുവിൽ അമംഗള ദർശനയായി, ബധിരയായി, മൂകയായി, അന്ധയായി, നിരുപമ പിങ്കള കേശിനിയായി മരണം നിൻ മുന്നിലും വന്നു നിൽക്കും. പരിതാപമില്ലാതവളോടൊപ്പം പരലോകയാത്രക്കിറങ്ങും മുൻപേ വഴിവായന കൊണ്ടുപോകാൻ സ്മരണതൻ ഗ്രന്ഥാലയത്തിലെങ്ങും ധൃതിയിലെന്നോമനെ നീൻ ഹൃദയം പരതി പരതി തളർന്നു പോകെ എന്നാണ് പറയുന്നത്. മരണം ഒരു യാത്രയാണ്. ആ സമയത്ത് ഓർമ്മകൾ ഇങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്ന ഹൃദയമാണ്. ഇന്നും അവിടെ ഹൃദയമാണ്. ഇത് ഞാൻ പറയുന്നത് മനോഹരമായ കവിതയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഭംഗിയാക്കുന്നത്. പക്ഷേ ഇത് യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ഇത് കവിതയാണ്. കവിതയുടെ മണ്ഡലത്തിൽ മാത്രം നിൽക്കേണ്ട ഒരു സംഗതിയാണ്. ആ ഹൃദയസ്പന്ദനം നിലച്ചു എന്ന് പറയുമ്പോൾ ഹൃദയസ്പന്ദനം നിലക്കുന്നത് മരണമല്ല, അത് മരണ കാരണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയസ്പന്ദനം നിന്നത് അല്ല മരണം. നിന്നതുകൊണ്ട് മരണത്തിനത് കാരണമാവുകയാണ്. ഹൃദയമിടിപ്പ് നിൽക്കുന്നത് മരണകാരണമാവുന്നത് ഈ ഓക്സിജൻ കലർന്ന രക്തം തലച്ചോറിന്റെ മസ്തിഷ്ക കാണ്ഡം എന്ന ഭാഗമുണ്ട്. ബ്രെയിൻ സ്റ്റം എന്ന് പറയും. ബ്രെയിൻ സ്റ്റം ഇന്നലെ പ്രൊഫസർ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സ്പർശിക്കുകയുണ്ടായി. ബ്രെയിൻ സ്റ്റം എന്ന വളരെ പ്രധാനമായ ഭാഗത്തിന് രക്തം എത്താതെ വരുമ്പോഴാണ്, അതുകൊണ്ട് ഈ മസ്തിഷ്ക കാണ്ഡത്തിന്റെ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുമ്പോൾ അപ്പോൾ മാത്രമാണ് മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ മസ്തിഷ്കവും മരണവും എന്നുള്ള വിഷയത്തെ കുറിച്ച് കുറച്ചൊന്ന് പോണം. അതിലാണ് നമ്മുടെ ഒരു പ്രധാന ഭാഗങ്ങൾ കിടക്കുന്നത്. എന്താണ് മസ്തിഷ്ക മരണം? ഉപരി മസ്തിഷ്ക മരണം എന്താണ്? ആത്മാവിനെ കുറിച്ചുള്ള പഴയ ചില കഥകളും ഇടയിലേക്ക് വരും. ഇപ്പോ നമ്മൾ ഇന്നലെ പ്രൊഫസർ രവീന്ദ്രൻ പറഞ്ഞപ്പോ എന്റെ കാല് നഷ്ടപ്പെട്ടു, എന്റെ കൈ പോയി, അല്ലാതെ എന്റെ തല പോയി എന്നാരും പറയാറില്ല. തല പോയ ആള് തീർന്നു. അപ്പൊ ഇതാണ് മരണത്തിന്റെ അടിസ്ഥാനമായ സംഗതി. തല പോകലാണ് മരണം. ബ്രെയിൻ പോയാ പിന്നെ പോയി. തലച്ചോറിന്റെ മരണമാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത്. ഹൃദയം നിലച്ചാലും
തലച്ചോറിലേക്ക് രക്തോട്ടം എത്തിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൃദയം ഇന്ന് മാറ്റിവെക്കപ്പെടാവുന്ന ഒരു സാധനമാണ്. പലതരത്തിലും അതിനെ നമുക്ക് അതിന്റെ ഫംഗ്ഷനെ തിരിച്ചെടുക്കാം. ഹൃദയം ഒരു പമ്പ് മാത്രമാണ്. പക്ഷെ തലച്ചോറ് പോയാൽ അതിനെ മാറ്റിവെക്കാൻ ഉള്ള സാങ്കേതികമായ കഴിവ് നമുക്കില്ല. ഇതാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ 1968 മനുഷ്യ മരണം എന്നാൽ മസ്തിഷ്ക സ്തംഭനമാണ് എന്ന് ഡിഫൈൻ ചെയ്ത് എന്ന് അതിനെ നിർവചിച്ചത്. മുഴുവനായ മസ്തിഷ്ക സ്തംഭനമാണ് മരണം. അത് തലച്ചോറിന്റെ എൻറ്റയർ ബ്രെയിൻ ആണ്, ഇൻക്ലൂഡിങ് ബ്രെയിൻ സ്റ്റെം. മസ്തിഷ്ക കാണ്ഡമടക്കം മസ്തിഷ്കത്തിനുണ്ടാകുന്ന മരണമാണ് വ്യക്തിയുടെ മരണം. നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലുകളുടെ മരണമല്ല നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ജീവി എന്ന നിലയിൽ അതിനെ പ്രവർത്തിക്കാൻ പറ്റാതാവുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു എൻറ്റയർ ബ്രെയിനിലെ 2 ഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. ബ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം ഇതാണ്, ഈ ഭാഗമാണ്. ഇതാണ് ബ്രെയിൻ. ഇതാണ് നമ്മെ ഹോമോസാപ്പിയൻസ് ആക്കുന്നത്. നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ഉദ്ദേശങ്ങൾ, എല്ലാം ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ വരുന്നത് ഇവിടെയാണ്, സംശയമില്ല. പക്ഷേ മനുഷ്യനൊക്കെ ആകുന്നതിന് മുമ്പേ ഉള്ള പുരാതനമായ ഈ ബ്രെയിൻ സ്റ്റെം എന്ന ഭാഗമുണ്ട്, ഈ ഭാഗം, താഴത്തെ ഭാഗം, ഇത് അതിപ്രധാനമാണ്. ഇതില്ലെങ്കിൽ ഇതില്ല. ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ മുകളിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ പ്രവർത്തനം അത്യാവശ്യമാണ്. അവിടെയാണ് നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ റേറ്റ് നിർണ്ണയിക്കുന്നത്. ഇതൊക്കെ ബ്രെയിൻ സ്റ്റെമ്മിലാണ്. അതിനു പുറമെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് എ അസെൻഡിങ് റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇത് വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ബോധത്തിനുള്ള നമ്മുടെ കഴിവ്, നമ്മൾ ബോധമുണ്ടെന്നാണ് പറയാം. ഈ ബോധം, നമ്മുടെ കോൺഷ്യസ്നെസ്, ഇതിനുള്ള കഴിവുണ്ടാവുന്നത് ഈ അസെൻഡിങ് റെട്ടിക്കുലർ സിസ്റ്റം, അസെൻഡിങ് റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന ബ്രെയിൻ സ്റ്റെമ്മിലെ ഒരു ഭാഗം, ചില കോശങ്ങൾ, അതിന്റെ പ്രവർത്തനമാണ്. ഇതിനൊരു ഉപമയായിട്ട് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഒരു ഗ്ലാസും അതിനകത്തുള്ള വെള്ളവും എന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞു ബ്രെയിനിന് 2 ഭാഗങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ബ്രെയിൻ സ്റ്റെം, ഒന്ന് ഉപരി മസ്തിഷ്കം. മസ്തിഷ്ക കാണ്ഡവും ഉപരി മസ്തിഷ്കവും. ഈ ബോധത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മസ്തിഷ്ക കാണ്ഡം ഒരു ഗ്ലാസും ഈ ഉപരി മസ്തിഷ്കം, സെറിബ്രം എന്നതിന്റെ പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത്, അതിലെ ജലവുമാണ് എന്ന് പറയാം. ബോധത്തിനെ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തോട് ഉപമിക്കുകയാണെങ്കിൽ ഗ്ലാസ് ഇല്ലാതെ വെള്ളത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ഗ്ലാസ് മാത്രമായി ചിലപ്പോൾ നിൽക്കാം. ഇതാണ് പറഞ്ഞത്. ഈ അസെൻഡിങ് റെട്ടിക്കുലർ മസ്തിഷ്ക കാണ്ഡമില്ലെങ്കിൽ, ഈ ഭാഗമില്ലെങ്കിൽ ഉണർച്ചയില്ല, ബോധവുമില്ല. തലച്ചോറിന്റെ 2 ഭാഗങ്ങളുണ്ട്. ഈ 2 ഭാഗങ്ങൾ ഇത് വളരെ പ്രധാനമാണ്, ഇതും പ്രധാനമാണ്. ഒന്ന് അതിന്റെ കണ്ടന്റ്, ഒന്ന് അതിന്റെ സപ്പോർട്ട്. ഇന്നലെ പ്രൊഫസർ രവീന്ദ്രൻ ഈ കാര്യം പറയുണ്ടായി, തലയില്ലാതെ ജീവിച്ച കോഴിയുടെ കാര്യം, ഹെഡ്ലെസ് ചിക്കൻ. അബദ്ധവശാൽ ഈ കോഴിയുടെ ഉടമസ്ഥൻ അതിനെ ആഞ്ഞു വെട്ടിയപ്പോൾ വളരെ കൃത്യമായി അതിന്റെ മസ്തിഷ്ക കാണ്ഡം മാത്രം ബാക്കിയായിപ്പോയി. ബാക്കിയുള്ള തലച്ചോറിന്റെ ഭാഗങ്ങൾ വെട്ടിപ്പോയി. എന്നിട്ടും അത് ജീവിച്ചു എന്നാണ് പറയുന്നത്. കഷ്ടിച്ച് ജീവിച്ചു, 18 മാസം ജീവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ മസ്തിഷ്ക കാണ്ഡവും ഉപരി മസ്തിഷ്കവുമായുള്ള വ്യത്യാസവും അതിന്റെ പ്രാധാന്യവും. അപ്പൊ നമ്മൾ പറഞ്ഞു ഹൃദയം നിൽക്കുന്നത് മരണമല്ല, മരണ കാരണമാണ്. എന്തുകൊണ്ടത് മരണ കാരണമാവുന്നു? നമ്മൾ ഈ പറഞ്ഞ അതിപ്രധാനമായ മസ്തിഷ്ക കാണ്ഡം എന്ന ഭാഗത്തിന് രക്തോട്ടം ലഭ്യമല്ലാതെ വരുന്നു. അതുകൊണ്ടാണ് ഹൃദയം നിൽക്കുന്നത് മരണകാരണമാവുന്നത്. ഒന്നുകൂടി പറയാം. ബോധത്തിനുള്ള കഴിവ്, ബോധത്തിനുള്ള ഉള്ളടക്കം എന്നത് ഈ ജലമാണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് ഉപരി മസ്തിഷ്കമാണ്, സെറിബ്രമാണ്. ഈ ബോധത്തിനുള്ള കഴിവ് എന്നത് ഈ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതുണ്ടാക്കുന്നത് മസ്തിഷ്ക കാണ്ഡമാണ്, ബ്രെയിൻ സ്റ്റെമാണ്. പാത്രമില്ലെങ്കിൽ ജലത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. ഒരു അതിഗുരുതരമായ മസ്തിഷ്ക പരിക്കുകൾ, ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാവുന്നു, തലക്ക് അതിഗുരുതരമായ പരിക്ക് പറ്റുന്നു. ഈ ചിത്രം നോക്കുക. ഒരു കല്ലേറ് ഈ ഗ്ലാസ്സിന് കിട്ടുന്ന പോലെയാണ്. ഗ്ലാസ് പൊളിഞ്ഞു, ജലം മുഴുവൻ പുറത്തേക്ക് ഒഴുകി, 2 തകർന്നു. അപ്പോ എന്തായി? തലച്ചോറ് പ്രവർത്തനം നിലച്ചു, ഞാനില്ലാതായി.
മരിച്ചു. ഇങ്ങനെ തലച്ചോറിൽ ഉപരിമസ്തിഷ്കവും മസ്തിഷ്ക കാണ്ഡവും രണ്ടും നശിക്കുന്ന അവസ്ഥ. ഇതാണ് നമ്മൾ പലപ്പോഴും കാണുന്ന വളരെ അടുത്ത് വന്ന നവംബർ 23-ാം തീയതി നടന്ന ഒരു ദുഃഖകരമായ സംഭവമാണ്. 3 പേർക്ക് ജീവൻ നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരളും 2 വൃക്കകളും ഈ അവസ്ഥയിലാണ് എടുക്കുന്നത്. തലച്ചോറ് നശിച്ചു, പൂർണ്ണമായി നശിച്ചു, ഉപരിമസ്തിഷ്കവും മസ്തിഷ്ക കാണ്ഡവും നശിച്ചു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഹൃദയവും ഈ ശ്വാസകോശത്തിനും പകരം വെന്റിലേറ്ററിൽ രോഗിയെ കിടത്തുകയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റും. ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം. ആ ഘട്ടത്തിൽ നമ്മൾ അതിന്റെ ഹൃദയം വേണമെങ്കിൽ എടുക്കാം, അത് ചെയ്തിട്ടില്ല. ലിവർ എടുക്കുന്നു, അതുപോലെ തന്നെ കിഡ്നികളും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇത് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണം എന്താണ്? മസ്തിഷ്കത്തിന്റെ മരണമാണ്. അദ്ദേഹത്തിന്റെ കോശങ്ങൾ ഇനി നശിച്ചിട്ടില്ല. ആ കോശങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. എത്രയോ കാലം, ഇനിയും 10-9 കൊല്ലം ഈ കോശങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടേയിരിക്കും. പരിക്കുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. തലച്ചോറിന് മസ്തിഷ്കത്തിന് പരിക്ക് പറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പരിക്കുകളല്ല ഭൂരിഭാഗം മസ്തിഷ്ക സ്തംഭനങ്ങളും സംഭവിക്കുന്നത്. മസ്തിഷ്ക സ്തംഭനം എന്നത് മരണം എന്നർത്ഥം. ഹൃദയസ്തംഭനം എന്ന് പറയുന്ന പോലെയാണ് മസ്തിഷ്ക സ്തംഭനം. മസ്തിഷ്ക സ്തംഭനം നമ്മൾ പറഞ്ഞു പരിക്കുകളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. രക്തചംക്രമണം നിലക്കുമ്പോൾ എങ്ങനെയാണ് മസ്തിഷ്കം നശിക്കുന്നത്? അങ്ങനെയാണ് പലപ്പോഴും ഈ ഹൃദയം പ്രവർത്തിക്കാതാവുകയും തലച്ചോറിലേക്ക് രക്തോട്ടം ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ നോക്കാം. നമ്മൾ പറഞ്ഞു അത് മസ്തിഷ്ക കാണ്ഡത്തിന് ആവശ്യമായത്ര ഓക്സിജൻ ലഭ്യമല്ലാതെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാർഡിയോപൾമണറി റിസസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു ഹൃദയാഘാതം സംഭവിച്ച് പെട്ടെന്ന് വീഴുന്നു, ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ശക്തിയായി നെഞ്ചിൽ അമർത്തിക്കൊണ്ടും ശ്വാസം ഊതിക്കൊണ്ടും ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ തലച്ചോറിനെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. തലച്ചോറിലേക്ക് ഓക്സിജൻ കലർന്ന രക്തം എത്തിക്കുക എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൃദയത്തിന്റെ ജോലി നമ്മൾ ചെയ്യുകയാണ് ആർട്ടിഫിഷ്യലായിട്ട്, അല്ലാതെ ഹൃദയത്തിനെ രക്ഷിക്കാനുള്ള ശ്രമമല്ല. ഹൃദയത്തിന് അമർത്തി ചോര അവിടുന്ന് പമ്പ് ചെയ്യാണ്. ഹൃദയത്തിന്റെ പമ്പിന്റെ ജോലി നമ്മളെ കൈ ചെയ്യുന്നു. ശ്വാസകോശത്തിലേക്ക് നമ്മൾ ശക്തിയായി ഓക്സിജൻ തള്ളിക്കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോൾ ഒന്നുകിൽ നമുക്ക് വൈദ്യസഹായത്തോടുകൂടി ഈ ഹൃദയത്തെ റിവൈവ് ചെയ്യാനുള്ള വഴി തെളിയാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അപൂർവമായി ഹൃദയത്തിന് താൽക്കാലികമായ ഒരു ബീറ്റ് ഏതാനും മിസ്സായി പോയതാണ്, രണ്ടാമത് തിരിച്ചു വരികയാണെങ്കിൽ രോഗി രക്ഷപ്പെടാം. ഒരു ബ്രീഫ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. എന്തിന്? ഈ മനുഷ്യനെ രക്ഷിക്കാൻ. പോയിന്റ് ഓഫ് നോ റിട്ടേൺ എത്തിയിട്ടില്ല. ഹൃദയം നിലച്ചു. പഴയ കാലത്താണ് ഹൃദയം നിലച്ചു, ആള് പോയി. പക്ഷെ ഇന്ന് നമുക്ക് ഇത് എല്ലാ ദിക്കിലും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുന്നതാണ്. ബ്രീഫ് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ സക്സസ്ഫുൾ റിസസിറ്റേഷൻ. അതാണ് ഒരു കാര്യം. ഇങ്ങനെ നമ്മൾ ഇത് എന്തുപോലെയെന്ന് പറയാം. ആ ഉപമയെ ഞാൻ തന്നെ തുടരുകയാണ്. ഒരു ഗ്ലാസും വെള്ളവും നിൽക്കുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേശയിൽ നിന്ന്, അതായത് ഓക്സിജൻ കൊടുക്കുന്ന ഈ രക്തക്കൊള്ളിലൂടെ ഓക്സിജൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓക്സിജൻ കലർന്ന രക്തം. ഇതിൽ നിന്ന് ഇത് വീണു പോവുകയാണ്. സപ്പോർട്ട് പോയി രണ്ടിനും, ഗ്ലാസിനും വെള്ളത്തിനും. എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക കാണ്ഡത്തിനും ഉപരിമസ്തിഷ്ക പ്രവർത്തനത്തിനും രണ്ടിനുമുള്ളതായ സപ്പോർട്ട് പോവുകയും ഈ മേശയിൽ നിന്ന് ഗ്ലാസ് താവോട്ട് വീഴുകയും ചെയ്തു. ആ നിമിഷം നമ്മൾ പിടിക്കുകയാണ്. ഈ പിടുത്തം വളരെ എക്സ്പെർട്ടായിട്ട് പിടിച്ചാൽ കുറെ കേസിൽ ഒരു തുള്ളി വെള്ളം പോലും പോവാതെ നമുക്ക് അതിനെ രക്ഷിക്കാം. ചിലപ്പോൾ എന്ത് പറ്റും? താഴെ പോയി ഗ്ലാസ് മാത്രം നമുക്ക് രക്ഷപ്പെടാം, വെള്ളം മാത്രം പോകും. അങ്ങനെയും ഉണ്ടാവാം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി ഉറപ്പുണ്ടല്ലോ ഗ്ലാസിന്. വെള്ളത്തിന്റെ മാതിരിയല്ല, ഗ്ലാസിന് ഒരു ഖരവസ്തുവും ദ്രാവകവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കണ്ടല്ലോ. ഇതിലൊരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. എന്നുപോലെ ഈ മസ്തിഷ്ക കാണ്ഡത്തിനും ഉപരിമസ്തിഷ്കത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. മസ്തിഷ്ക കാണ്ഡത്തിന് ഓക്സിജൻ ലഭ്യതയുടെ കുറവ് കുറെ നേരം കൂടിയൊക്കെ സഹിച്ചിരിക്കാൻ പറ്റും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉപരിമസ്തിഷ്കം നശിച്ചു പോകും. അതിന് അത്രയും അധികം ആ കോശങ്ങൾ ഓക്സിജൻ ഡിപ്പെൻഡന്റ് ആണ്. ഓക്സിജൻ ഇല്ലാതെ അവർക്ക് കഴിഞ്ഞുകൂടാനേ പറ്റില്ല. അതേസമയം മസ്തിഷ്ക കാണ്ഡത്തിലുള്ളവ പുരാതനമാണ്. അവ കുറെ കൂടി ഓക്സിജൻ ഇല്ലാതെയും പിടിച്ചു നിൽക്കാം. പുരാതനമായതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിടിച്ചു നിൽക്കാൻ പറ്റും. ഇങ്ങനെ പറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്ലാസ് താഴെ പോയി, പിടിക്കാൻ ഒരിത്തിരി വൈകിപ്പോയി, വെള്ളം മാത്രം തോയിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഉപരി മസ്തിഷ്കം നശിച്ചു. പക്ഷേ മസ്തിഷ്ക കാണ്ഡം അവിടെ ബാക്കി നിൽക്കുന്നു. ബോധത്തിനുള്ള കഴിവുണ്ട്, പക്ഷെ ബോധത്തിന് ഉള്ളടക്കമില്ല. നോ കണ്ടന്റ് ഇൻ കോൺഷ്യസ്നെസ്. ഇതാണ് ഉപരി മസ്തിഷ്ക മരണം എന്ന് നമുക്ക് പറയാം. ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു തരത്തില് ഒരു പൂർണ്ണമായ ബ്രെയിൻ ഡെത്ത് അല്ല, ഉപരി മസ്തിഷ്കത്തിന്റെ സെർബ്രൽ ഡെത്ത്. ഉപരി മസ്തിഷ്കം മാത്രം മരിച്ചു പോകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സംഗതികൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയാം. ഒരു
സസ്യസമാനമായ ജീവിതം. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ രക്തഓട്ടം നിലനിൽ സ്ട്രോക്കുകളിൽ സംഭവിക്കാം, തലച്ചോറിലെ പരിക്ക് പറ്റുമ്പോഴും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇത് ഈ ഭാഗം മാത്രം അപകടത്തിലാവുന്നതുകൊണ്ട് സംഭവിക്കാം. അൽഷീമസ് ഡിസീസ് ഇന്ന് എല്ലാവർക്കും അറിയാം, തന്മാത്ര എന്ന സിനിമയെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അവസാന ഘട്ടങ്ങളിൽ ഈ ഉപരിമസ്തിഷ്കമാണ് നശിച്ചു പോകുന്നത്, മസ്തിഷ്ക കാണ്ഡം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ പരിസ്ഥിതിയെ കുറിച്ച് അവർക്ക് ബോധമില്ല, പഞ്ചേന്ദ്രിയ സെൻസേഷൻസ് അവർക്കില്ല, പഞ്ചേന്ദ്രിയ ചോദനകളില്ല, സംസാരിക്കാനാവില്ല, സംസാരം മനസ്സിലാക്കാനാവില്ല, ഓർമ്മകളില്ല, ചിന്തകളില്ല, വികാരങ്ങളില്ല, ഉദ്ദേശങ്ങളില്ല. ഇങ്ങനെയൊരു ജീവിതം നമ്മുടെ ഹെഡ്ലെസ് ചിക്കന്റെ മാതിരിയാണ് ഈ അവസ്ഥ, വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. അവർക്കൊരു they have a retained capacity for consciousness, not endowed with any content. I'm sorry Babu, I'm talking in Malayalam. So I have kept those slides. At least most of them have some English content. I think you have to bear with me. Thank you. അപ്പോ അവരുടെ ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക്, സസ്യസമാനമായ അവസ്ഥയിലുള്ളവർക്ക്, അവരുടെ ബോധം എന്നത് ബോധത്തിനുള്ള കഴിവ് മാത്രമാണ്, ബോധത്തിൽ കണ്ടന്റ് ഇല്ല. ഇവിടെയാണ് ആത്മാവിനെ കുറിച്ചുള്ള പുരാതനമായ, ഇന്നും ഫേസ്ബുക്ക് ചർച്ചകളിൽ ആൾക്കാർ ഈ കുഴിമാന്തി എടുത്തു കൊണ്ടുവരും. ഈ ചർച്ച ഒരു നെടുങ്കൻ തത്വശാസ്ത്ര ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട് ആത്മാവിനെ കുറിച്ച്. അതിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് ഇവിടെ. ഒരു കഥയാണ് ഇത്. ഫേസ്ബുക്കില് നവംബറിൽ 2012 ഒരു കക്ഷി പറഞ്ഞാണ്, വെറും ശരീരമാണ് മനുഷ്യൻ എന്ന് ദുരഭിമാനിച്ചു നടക്കുന്നവർക്ക് ചിന്തിക്കുവാനായി മരണം എന്ന സത്യം മുന്നിൽ നിൽക്കുന്നു. ശരീരവും അതിന്റെ ഘടകങ്ങളും അതേപോലെ നിൽക്കുമ്പോൾ ഇല്ലാതാവുന്ന ഒന്നിനെ കുറിച്ചുള്ള അജ്ഞത മറച്ചു പിടിക്കാൻ യുക്തിരഹിതർ, അത് നമുക്കിട്ടൊരു ഘട്ടമാണ്, യുക്തിരഹിതർ, ഉക്തിവാദികൾ, ഇതൊക്കെയാണ് നമുക്കുള്ള പേര്. യുക്തിവാദി എന്ന് പറയില്ല, ഉക്തിവാദികൾ, യുക്തിരഹിതർ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ യുക്തിരഹിതർ ശ്രമിക്കുന്നു ആരോപണം. ഇതെന്താണ് ഇതാണ് ഈ ചർച്ച 2000 കൊല്ലം മുമ്പായിട്ട് പറഞ്ഞിട്ടുള്ള ചർച്ചയാണ്. ചരക സംഹിതയിൽ പറയുന്നു എന്താണ് ഈ ആത്മാവിന്റെ ലക്ഷണം. ഇതൊക്കെയാണ് കണ്ണടക്കുക, തുറക്കുക, ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്കുള്ള മനസ്സിന്റെ സഞ്ചാരം, ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് മറ്റൊരു ഇന്ദ്രിയത്തിലേക്കുള്ള മനസ്സിന്റെ സഞ്ചാരം, സ്വപ്നത്തിൽ കൂടിയുള്ള ദേശാന്തര ഗമനം, വലത്തെ കണ്ണുകൊണ്ട് കണ്ടതിനെ ഇടത്തെ കണ്ണുകൊണ്ടും ഇടത്തെ കണ്ണുകൊണ്ടതിനെ വലത്തെ കണ്ണുകൊണ്ടും മനസ്സിലാക്കുക, ഇച്ഛ, ദ്വേഷം, സുഖം, പ്രയത്നം, ചേതന, ധൃതി, സ്മൃതി, ബുദ്ധി, അഹങ്കാരം, ഇവ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നതിന്റെ ലക്ഷണമാവുന്നു. അതായത് ഈ ലക്ഷണങ്ങളെ കൊണ്ട് ശരീരത്തിൽ ആത്മാവ് ഉണ്ട് എന്ന് ഊഹിച്ചറിയുന്നു. എന്തുകൊണ്ട് ജീവിക്കുന്നവന് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയും മരിച്ചവനെ കാണാതിരിക്കുകയും ചെയ്യുന്നുവോ, അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ആത്മാവിൻ്റെതാണ് എന്ന് മഹർഷിമാർ പറയുന്നു. ഇതാണ് ആത്മാവിന്റെ ലക്ഷണം. ഇത് അന്നത്തെ ശാസ്ത്രമാണ്. അന്നത്തെ തത്വശാസ്ത്രത്തിലും ഇത് തന്നെ പറയും, കവിതയിലും. 1910 ആശാൻ ഒരു സിംഹം ഒരു കൂട്ടുകിടക്കുന്ന കണ്ടപ്പോ പറയുന്നതാണ്, ഇത് കണ്ട് ശരീരപഞ്ചരസ്ഥിതനാം ജീവനെ ഓർത്തിടുന്നു ഞാൻ എന്നാണ് 1910 ആശാൻ പറയാം. ഇതെന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഈ സാധനങ്ങളൊക്കെയാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ചേതന, സ്മൃതി, ഓർമ്മകള്, അഹങ്കാരം, ഇവ കാര്യങ്ങളൊക്കെയാണ് ആത്മാവിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് ശങ്കരൻ ഇതിനെപ്പറ്റി ഗംഭീരമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു ചർച്ചയാണ്. നമ്മുടെ ഹിന്ദുവാദികളോട് പറയാൻ പോയാൽ ഉടനെ ഈ ശങ്കരന്റെ ചർച്ച കുഴിയിൽ നിന്ന് പൊങ്ങി വരും. അപ്പൊ ഇത് അന്നത്തെ ഇന്ത്യയിലെ നമ്മൾ പറയുന്നത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, ശങ്കരന്റെ കാലത്തിനൊക്കെ മുമ്പുള്ള ഒരു രചനയാണ് ഈ ബാദരായണന്റെ ഇത് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രത്തിലെ ഒരു ചർച്ചയാണ്. ബ്രഹ്മസൂത്രത്തില് അക്കാലത്തെ ഭൗതികവാദികളായ ലോകായതന്മാർ, ചർവാകന്മാർ എന്ന് പറയുന്ന അവരുടെ ഒരു വാദത്തിനെ ഒരു പൂർവപക്ഷമായി അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നുണ്ട്. രസകരമാണ് വാസ്തവത്തിൽ. അപ്പോ ചിലർ പറയുന്നതാണ് ഏക ആത്മന ശരീരേ ഭവാൻ, ചിലർ ദേഹം തന്നെ ആത്മാവും എന്ന് വിചാരിക്കുന്നു. കാരണം എന്തുകൊണ്ടെന്നാൽ ശരീരമുള്ളപ്പോൾ മാത്രമേ ആത്മാവുള്ളൂ, ശരീരമില്ലാത്തപ്പോൾ ആത്മാവിനെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് ഭൗതികവാദികൾ പറയുന്നു. അവരുടെ ആർഗ്യുമെന്റ് ഇതാണ്. വിവിധ വസ്തുക്കൾ ചേർന്നാണ് മദ്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മദ്യത്തിന് മദ്യപ്പിക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഈ വിവിധ ഭൂതങ്ങൾ, മണ്ണ്, വെള്ളം തുടങ്ങിയിട്ടുള്ള ഈ വിവിധ ഭൂതങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ശരീരത്തിന് ഈ ജീവൻ എന്ന കഴിവുണ്ടാവുന്നത്.
ആത്മാവ് എന്ന് പ്രത്യേക ഒരു സാധനം അതിലില്ല. ഈ ജീവന്റെ കഴിവ് എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ ചേർക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രഭാവം മാത്രമാണ് എന്ന് പഴയ യുക്തിവാദികൾ, പഴയ ഭൗതികവാദികൾ പറയുന്നു. ഇത് ശരിയല്ല എന്നാണ് ബ്രഹ്മസൂത്രത്തിൽ പറയുക. അതാണ് ശങ്കരൻ വ്യാഖ്യാനിക്കുക. ലോകായതർക്കുള്ള മറുപടി ഇതാണ്. അങ്ങനെയല്ല. വ്യതിരേക സദ്ഭാവാത് ഭാവിത്വാത് നത് ഉപലബ്ധിവത്. ദേഹത്തിൽ നിന്ന് വേറിട്ട് തന്നെ ആത്മാവുണ്ട്. എന്തുകൊണ്ടെന്നാൽ മരിച്ചു കിടക്കുന്ന ദേഹം ഉള്ളപ്പോൾ ആത്മാവ് അതിൽ കാണപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ദേഹമല്ല ആത്മാവ്. ദേഹമുള്ളപ്പോഴും അതിൽ ആത്മാവില്ല എന്ന് കാണുന്നു എങ്കിൽ ദേഹധർമ്മമല്ല ആത്മാവ് എന്ന് മനസ്സിലാക്കണം. ദേഹം എന്ന പേരും സ്വരൂപവും മരിച്ചു കിടക്കുന്ന ശരീരത്തിനുണ്ടെങ്കിലും ആത്മാവ് ആ ശരീരത്തിലില്ലല്ലോ. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ. ഓർമ്മകൾ, കണ്ണടക്കൽ തുറക്കൽ, അഹങ്കാരം, ഈ ഭാഗ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ന് പറയുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ശവശരീരത്തിൽ കാണുന്നില്ലല്ലോ. ശവം മരിച്ചു കിടക്കുന്നു. അതിന് ഈ പറഞ്ഞതൊന്നുമില്ല. അത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ ആൾ താമസിക്കാത്ത വീട് പോലെ ചൈതന്യമില്ലാത്തതായി തീർന്നു എന്നാണ് പറയുന്നത്. മരണത്തിന് ശേഷവും ശരീരമുണ്ട്, എന്നാൽ അതിന് ചേഷ്ടയൊന്നുമില്ല. രൂപവും മറ്റും ശരീരത്തിന്റെ ധർമ്മമാണ്. അത് മരണത്തിന് ശേഷവും നിലനിൽക്കുന്നു. എന്നാൽ സ്മൃതിയും മറ്റും, ഓർമ്മ, ഇത് ദേഹത്തിന്റെ ധർമ്മമല്ല. അതിനാൽ മരിച്ചു കഴിഞ്ഞ് ഇത് ശരീരത്തിൽ കാണപ്പെടുന്നില്ല. ഇതാണ് ഒരു കേവല യുക്തിവാദമായി ശങ്കരൻ ഉന്നയിച്ചത്. ഇതിന് മറുപടി പറയാൻ അന്ന് നിവൃത്തിയില്ല. കാരണം അന്നത്തെ ശാസ്ത്ര പുസ്തകങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഭൗതികവാദികളെ, അന്നത്തെ ഭൗതികവാദികളെ അന്നത്തെ ശാസ്ത്രം സഹായിച്ചില്ല. പക്ഷെ നമ്മളെ സഹായിക്കാൻ ഇന്ന് ശാസ്ത്രമുണ്ട്. നമ്മൾ കാണുന്നു ആത്മാവ് പോയിട്ട് ശരീരം ബാക്കിയാവുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മളിപ്പോ പറഞ്ഞല്ലോ. അൽഷീമസ് ഡിസീസ് ആയാലും, തലച്ചോറിന് പരിക്ക് സംഭവിക്കുന്നതായാലും, സ്ട്രോക്കുകൾ വരുന്നതായാലും, ഉപരി മസ്തിഷ്ക മരണം, സെറിബ്രം, ഇത് സെറിബ്രത്തിന്റെ ഒരു രണ്ട് ഭാഗത്തിന്റെ ഒരു ചിത്രമാണ്. നോർമലായ സെറിബ്രം ഇങ്ങനെ ഇരിക്കണം. ഇത് അൽഷീമസ് ബാധിച്ച ആളുടെ സെറിബ്രമാണ്. ഈ സെറിബ്രത്തിന് ഉപരി മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന വ്യതിയാനം, അതിന്റെ നാശം കൊണ്ടാണ് ആത്മാവ് നഷ്ടപ്പെട്ടു പോയത്. ഈ മനുഷ്യന് ആത്മാവില്ല. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇറക്കാൻ മാത്രം പറ്റും, വേറെ ഒന്നുമില്ല. ഗ്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ, വെള്ളമില്ല. കോൺഷ്യസ് ആണ്, കണ്ടന്റ് ഇല്ല. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് നമുക്ക്. ഇതാണ് ശങ്കരനുള്ള മറുപടി. എന്തുകൊണ്ടാണ് ഇത്? മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. ഇതും ഒരു സൂത്രവാക്യമാണ്. എപ്പോഴും ഓർക്കണം. മനസ്സെന്താ നമ്മൾ സ്ഥിരമാറ്റി വെക്കും. ഈ മനസ്സ് എവിടെ? മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു സൂത്രവാക്യമാണ്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, ഓർമ്മകൾ, നമ്മുടെ മഹത്വാകാംക്ഷകൾ, നമ്മുടെ വ്യക്തിബോധം, നമ്മുടെ സ്വാതന്ത്ര്യബോധം, ഇതൊക്കെ നിർണ്ണയിക്കുന്നത് തലച്ചോറിലെ കോശങ്ങൾ മാത്രമാണ്. ആ കോശങ്ങളുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആത്മലിംഗങ്ങൾ, ആത്മാ സംഗതികളൊന്നും ഇല്ലാതാവുന്നു. ഇതാണ് നമ്മൾ കാണുന്ന പാഠം. ഇതൊന്നുമില്ല. ഒരു ഇന്ത്യയിൽ നിന്ന് എല്ലാം പോയി. ദേശാന്തരഗമനം എല്ലാം, സ്വപ്നത്തിൽ കൂടുതൽ ദേശാന്തരഗമനം, പ്രേരണം, മരണം, പരത്തെ, ഇതൊന്നുമില്ല. ഇച്ഛ, ദ്വേഷം, സുഖം, പ്രയത്നം, ചേതന, ധൃതി, സ്മൃതി, അഹങ്കാരം എല്ലാം നഷ്ടപ്പെട്ടു. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. എന്തിനെ? തലച്ചോറ് പോയി. തലച്ചോറിന്റെ ഉപരിമസ്തിഷ്ക മരണം. പക്ഷെ ആള് ഹെഡ്ലെസ് ചിക്കൻ പോലെ ജീവിക്കുന്നു. വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുടിക്കും. വർഷങ്ങളോളം കിടക്കുന്നു. ശരീരമുണ്ട്, ആത്മാവില്ല. ശങ്കരൻ പറഞ്ഞതിന് നേരെ എതിരാണ്. ശങ്കരൻ പറഞ്ഞത് എന്താണ്? ശരീരം അവിടെ കിടക്കുന്നു, ആത്മാവിനെ കാണാനില്ല. അപ്പോ ഈ ശരീരമല്ല ആത്മാവ് എന്നാണ്. നമ്മൾ കാണുന്നത് എന്താണ്? ആത്മാവ് പോയിട്ടും ശരീരം തുറന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആത്മാവ് ഇവിടെ, തലച്ചോറ് മാത്രം പോയപ്പോഴും ആത്മാവ് പോയി. അപ്പോ ഇതിനകത്ത് ശരീര പഞ്ചരസ്ഥിതനാം ജീവനല്ല ഇതൊന്നും നടത്തുന്നത്. ഇത് വേറൊരു ആത്മാവ്, ഒരു അതീന്ദ്രിയമായ ശക്തി, ഒരു മുട്ടി മൺകട്ടകൾക്കൊത്ത ജഡത്തെ സജീവമാക്കുന്ന ഒരു പ്രകൃതി അതീത ശക്തിയല്ല ഇതൊന്നും നടത്തുന്നത്. ഇത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ പ്രവർത്തനം. അത് അവസാനിച്ചാൽ നിങ്ങളുടെ സ്മൃതി, ചേതന, അഹങ്കാരം, എല്ലാ സംഗതികളും, അംബീഷൻ, സോറോസ് എല്ലാം അവസാനിച്ചു. അപ്പൊ ഇതാണ് ഇത് ഒരു ഫോർമുല. The mind is what the brain does. The brain stops working at death. ഇതിൽ സംശയമില്ല. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. മരണത്തോടെ ബ്രെയിൻ, നമ്മൾ പറഞ്ഞല്ലോ, മരണം എന്ന് പറയുന്നത് തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനം ഇല്ലാതിരിക്കുകയാണ്. മനസ്സ് എന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനം. തലച്ചോറിന്റെ പ്രവർത്തനം മരണത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് മരണത്തിന് ശേഷം മനസ്സില്ല. ഇതാണ് അതിന്റെ ലളിതമായ ഒരു ഉത്തരം. ഇത് വാസ്തവത്തില് ഒരു എന്താ പറയാ, നമുക്ക് പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമുക്ക് പറയാൻ നമ്മുടെ തന്നെ ചിന്തകൾ ക്രോഡീകരിക്കുക എന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ടാണ് ചില സൂത്രവാക്യങ്ങൾ ഇടങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാത്രവും ജലവും നഷ്ടപ്പെടുന്നതാണ് അടുത്ത ഘട്ടം. നമ്മൾ പറഞ്ഞു പാത്രം മാത്രം ബാക്കിയാവുന്ന പറഞ്ഞു. ഈ പാത്രവും ജലവും നഷ്ടപ്പെട്ടു പോയി. ഓക്സിജൻ കിട്ടാതെ ഊർധ്വ മസ്തിഷ്കവും മസ്തിഷ്ക കാണ്ഡവും നശിച്ചു പോകുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ ശരിയായ പോയിന്റ് ഓഫ് നോ റിട്ടേണിലെത്തി.
അവരെ ചുമന്ന് പ്രവർത്തിക്കുന്ന വൃക്കുകൾ ഉണ്ടാവാം, പ്രവർത്തനക്ഷമമായ എല്ലുകൾ ഉണ്ടാവാം, പ്രവർത്തനക്ഷമമായ തൊലി ഉണ്ടാവാം. പക്ഷെ നമ്മൾ അതിനെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. കുപ്പി ഗ്ലാസ് പൊളിഞ്ഞു പോയി, അതിൻ്റെ അകത്തുള്ള ദ്രാവകവും നഷ്ടപ്പെട്ടു. സമ്പൂർണ്ണ മസ്തിഷ്ക മരണം. ഏതാനും മിനിറ്റുകൾക്കകം പോയാൽ ബ്രെയിൻ സ്റ്റെമും കൂടി മരിച്ചു എന്നർത്ഥം. ഉപരി മസ്തിഷ്കവും മസ്തിഷ്ക കാണ്ഡവും രണ്ടും മരിച്ചാൽ നമ്മൾ ആ വ്യക്തിയുടെ മരണമായി എന്ന് പറയുന്നു. സമ്പൂർണ്ണ മസ്തിഷ്ക മരണം ഇങ്ങനെയും ആവാം. തലവെട്ടിപ്പോയാലും പോയി, തലവെട്ടിയാലും സമ്പൂർണ്ണ മസ്തിഷ്ക മരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാല് പോയി, കൈ പോയി എന്നല്ലാതെ തല പോയി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. തല പോയി അത് പറയാനുള്ള സമയമില്ല. തല പോയി, അതോടെ തീർന്നു, ആള് തീർന്നു, വ്യക്തി ഇല്ലാതെ. ഇതൊരു യഥാർത്ഥ ഒരു ഫോട്ടോ ആണ്. 1930 നടന്ന തലവെട്ടൽ. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് കണ്ടോ, രക്തം ജലധാര പോലെ പീച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഹൃദയം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തല താവിട്ട് പോയി കഴിഞ്ഞു, തല വെട്ടി കഴിഞ്ഞു, ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ശരീരം എന്നത് വിവിധ കോശങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടും ഒരളവോളം സ്വതന്ത്രമായും പ്രവർത്തിക്കുന്ന കോശങ്ങളുടെ സംഘാതമാണ് നമ്മുടെ ശരീരം. ഈ തലച്ചോറ് പോയി എന്നതുകൊണ്ട് നമ്മൾ വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കോശങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നു, രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാണുന്നത്. ഇവയുടെ പോലും മരണം ഒരു പ്രക്രിയയാണ്. ഡെത്ത് ഈസ് എ പ്രോസസ്, ഇറ്റ് ഈസ് നോട്ട് എൻ ഇവന്റ്. അതൊരു സംഭവമല്ല. ഇതാണ് ഇതിൽ നിന്നുള്ള പാഠം. തലവെട്ടും കൈവെട്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? തലവെട്ടിയാൽ തീർന്നു, നമുക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞല്ലോ, കൈ പോയി കാല് പോയി എന്ന് പറഞ്ഞു. മുറിച്ചു മാറ്റിയ ഒരു കൈപ്പത്തി ഒന്നുകൂടി നമുക്ക് ഓർക്കാം. ആവർത്തിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം വിവിധ കോശങ്ങൾ കൊണ്ട്, കുറെ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ കോശങ്ങൾ ഒരുപോലെയല്ല. നമ്മൾ തലച്ചോറിനെ പറഞ്ഞു ഉപരി മസ്തിഷ്കത്തിന് ഓക്സിജൻ ലഭ്യത ഇല്ലാതെ വളരെ ചുരുങ്ങിയ സമയമേ ജീവിക്കാൻ പറ്റൂ. മസ്തിഷ്ക കാണ്ഡത്തിന് കുറച്ചുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിലെ മറ്റു കോശങ്ങൾ, പല കോശങ്ങൾക്കും അതിലും കൂടുതലും കഴിയാമെന്ന് കണ്ടു. ഒരു കൈപ്പത്തി മുറിച്ചു മാറ്റപ്പെട്ടാൽ അത് അന്തരീക്ഷ ഊഷ്മാവിൽ 6 മണിക്കൂർ വരെ ജീവനോടെ ഇരിക്കും. തണുപ്പിച്ചാൽ കൂടുതൽ സമയം ഇരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ജോസഫ് സാറിന് കൈ തിരിച്ചു കിട്ടിയത്, കൈ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റിയത്. അച്ഛേദ്യനായ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു വിചാരിക്കാം. ഈ മുറിഞ്ഞുപോയ കൈയുടെ കൂടെ ആത്മാവ് യാത്ര ചെയ്ത് അവിടെ പോവുകയല്ലോ ചെയ്തത്. വെറുതെ വിട്ടാൽ ആ കോശങ്ങൾ മരിച്ചുപോയെന്നെ. പക്ഷേ ഈ കോശ സമൂഹത്തിന് ഓക്സിജൻ ലഭ്യതയുമായി പൊരുത്തപ്പെട്ട് കഴിയാനുള്ള കഴിവുള്ളതിനാൽ അവ 5-6 മണിക്കൂർ നേരം ശരീരത്തിന് ഈ രക്തചംക്രമണം ഇല്ലെങ്കിലും ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുന്നത്, തിരിച്ചു പിടിപ്പിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നത്. വെട്ടിമാറ്റപ്പെട്ട തലകൾക്ക് എന്ത് പറ്റുന്നു? ഇത് തിരിച്ചു പിടിപ്പിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നമുക്കില്ല. അത് മാത്രമാണ് പ്രശ്നം. 3 മിനിറ്റ് ആ സമയത്തിനിടയിൽ അതിനെ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ തലവെട്ടലും വിഷയമല്ല, കൈവെട്ടിയ പോലെ ഒരു വിഷയമുള്ളത് എന്നർത്ഥം. അപ്പൊ ഈ മരണം തന്നെ ഒരു തലവെട്ടലാണ്. തല പോയാൽ പോയി. ഈ ബ്രെയിൻ ഡെത്ത് ആണ് മരണം. അത് ആവർത്തിക്കാനാണ് ഇതിന്റെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മരണം എന്ന ഈ തലവെട്ടൽ പ്രക്രിയയെ എങ്ങനെ മറികടക്കാം? തലച്ചോറിലകത്തുള്ള ഈ വിവരശേഖരത്തെ മൊത്തം ശേഖരിച്ച് വേറൊരു മീഡിയത്തിലേക്ക് മാറ്റാം. ഇൻഫർമേഷന്റെ ഒരു പ്രത്യേകത അതാണ്. അതിന് വിവിധ മീഡിയകൾ നിലനിൽക്കാം. അത് കളിമൺ ഫലകങ്ങളിലാവാം, പുസ്തകങ്ങളിലാവാം, കമ്പ്യൂട്ടറുകളിൽ ഡിജിറ്റലായിട്ടാവാം. ഇൻഫർമേഷൻ ആണ്. അതൊരു മെറ്റീരിയൽ ബേസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. തലച്ചോറിൽ ഇൻഫർമേഷനും ഇതുപോലെ വേറൊരു മീഡിയത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ ഹൃദയത്തിന് പകരം ഒരു പമ്പ് വെച്ചില്ലേ, തലച്ചോറ് പകരം ഒരു കമ്പ്യൂട്ടർ വെച്ചുകൂടെ? ചിന്തിക്കാവുന്ന സംഗതിയാണ്, വരാവുന്നതാണ്. ഇതൊരു ടെക്നോളജി പ്രൈസ് ഓഫർ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഉള്ള ഓഫറാണ്. $1,00,000 US ഓഫർ ചെയ്തിരിക്കുന്നതാണ്. ഒന്നും വേണ്ട, ഒരു തലച്ചോറിനെ 100 കൊല്ലം അതിന്റെ സെല്ലുകളുടെ ഘടന തകരാറാവാതെ സൂക്ഷിക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചാൽ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രെയിൻ പ്രിസർവേഷൻ ഫൗണ്ടേഷൻ അതിനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 100 കൊല്ലം ഇതിനെ അതിന്റെ സ്ട്രക്ചർ മാറാതെ രക്ഷിക്കാൻ പറ്റും. അതിനുള്ള ടെക്നോളജി നമുക്കില്ല ഇപ്പോൾ. അതാണ് ഈ രീതിയിൽ ഗവേഷണം നടത്തുന്നു. ഹോൾ ബ്രെയിൻ എമുലേഷൻ, മൈൻഡ് അപ്ലോഡിങ്, ഇങ്ങനെ ഒരു സാധ്യത ഇപ്പം പറയുന്നു. തലച്ചോറിലുള്ള വിവരങ്ങൾ മുഴുവനും ഒരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റാൻ പറ്റുമോ? 2050 ആകുമ്പോഴേക്കും ഇത് സാധ്യമാവുമെന്നാണ് ഇപ്പോൾ ന്യൂസ്. എല്ലാ തലച്ചോറിലെ വിവരങ്ങളും അതേപടി ബ്രെയിനിലുള്ള എല്ലാ വിവരങ്ങളും ഒരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റാം. നമ്മൾ ഹാർട്ട്ലിംഗ് മെഷീൻ 1953 കണ്ടുപിടിച്ചതിന്റെ വക്കിലേക്കാണ്. അതാണ് ഇത് വരുന്നത്. ഹൃദയം എന്നത് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യാവുന്ന ഒരു യന്ത്രമാവുന്ന നമ്മുടെ പൂർവികർ
2 തലമുറ മുമ്പ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഒരു പക്ഷെ നടക്കാൻ പോകുന്നത്. 2050 ആകുമ്പോഴേക്കും തലച്ചോറും നമ്മളിന്ന് ഹൃദയം എന്ന സാധനം മുഴുവൻ നിർത്തി അതിന്റെ പ്രവർത്തനം ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന സംഗതിയാണ്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ സാധാരണ നടക്കുന്നതാണ്. ഹൃദയത്തിന്റെ ലങ്ങിന്റെയും പ്രവർത്തനം ഒരു മെഷീനാണ് കൈകാര്യം ചെയ്യുന്നത് മണിക്കൂറുകളോളം ഓപ്പറേഷൻ നടക്കുന്നത്. അതുപോലെ തലച്ചോറിൽ ഒരു ഓപ്പറേഷൻ കൊണ്ട് തലച്ചോറിലെ കംപ്ലീറ്റ് സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് പിന്നെ എന്ത് വേണം അതിനോട് കളിക്കാം. തിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്ത് തലച്ചോറിലേക്ക് തിരിച്ചു കയറ്റാം. ഇതൊക്കെ സാധ്യമാണ്. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും കേരളത്തിലെ ചർച്ച ഇതൊക്കെയാണ്. യുക്തിവാദികളുടെ നമ്മളെ ഒരു ഫേസ്ബുക്കിൽ ചർച്ചയാണ്. മനുഷ്യ ശരീരത്തിൽ ജീവനുണ്ട്. എന്താണ് ജീവൻ? പക്ഷേ അത് ശരീരത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു തരാമോ? യുക്തിവാദികൾ പറഞ്ഞാൽ മതി, ജബ്ബാർ മാഷ് ആണെങ്കിൽ ബാഷ്. ഇതാണ്. അപ്പൊ ഇത് ഒരു ഫാലസി ഓഫ് മിസ്പ്ലേസ്ഡ് കോൺക്രീറ്റ്നെസ് എന്ന് പറയാം. നമ്മൾ ഒരു വിശ്വാസത്തെ, ഒരു അഭിപ്രായത്തെ, അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ ഒരു വസ്തുവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് അതിനുള്ള മറുപടി ഞാൻ അയാളോട് പറഞ്ഞത്. നമ്മുടെ ബാക്ടീരിയ മുതൽ സസ്തനികൾ വരെയുള്ള വിവിധ ജീവികൾ ചില പൊതു സ്വഭാവങ്ങൾ പങ്കിടുന്നുണ്ടല്ലോ. ഈ പൊതു സ്വഭാവങ്ങൾക്ക് ചേർത്ത് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് ജീവൻ എന്നൊരു പേര് വിളിക്കുന്നത്. ഇന്ത്യക്കാരൻ, ഹിന്ദു എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു പേര്. ഈ നാമത്തെ ഒരു വസ്തു എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ ജീവൻ എവിടെ ഇത് നമ്മൾ സ്ഥിരമായ ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം എനിക്ക് ആലോചിച്ചപ്പോൾ ഇതാണ് തോന്നിയത്. പന്ത് കളി കാണാം, ഗോള് കാണാനുണ്ട്, ഗോള് പോയി നെറ്റിലടിക്കുന്ന കാണാനുണ്ട്, എല്ലാവരും ഗോൾ നടത്തുന്നുണ്ട്. ആ ഗോൾ എവിടെ? ഗോള് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇതാണ് ജീവാത്മാവിന്റെ കഥ. ജീവാത്മാവ് ഇങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ. ജ്ഞാതൃത്വ കർത്തൃത്വ ഭോക്താനാണു, അറിയാനും പ്രവർത്തിക്കാനും സുഖദുഃഖ ബോധത്തിനും കഴിവുമുള്ള അണുരൂപിയാണ് ജീവാത്മാവ്. ഇതാണ് ഹൃദയത്തിൽ നേരത്തെ കിടന്നിരുന്ന ജീവാത്മാവ് എന്ന ആ അബൗദിക സത്ത. ഈ അസംഖ്യം ഇതാണ്. ഈ ലക്ഷണം പക്ഷി, മൃഗ, കീട, ശലഭാദികളിലെല്ലാം ചേരുന്നതാണ്. അവയെല്ലാം ചെറു ജീവികളാണല്ലോ. ആത്മാവിന്റെ കൂടുകൾ അതൊക്കെ. ശരീര പഞ്ചരസ്ഥിതനാം ജീവൻ ഇങ്ങനെ കഴിയാനുള്ള കൂടുകളാണ്. ചെറു ജീവികളില്ലേ, ഈ നരിയായും നരനായും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എന്നൊക്കെയാണ് പൂന്താനം പറയാം. ഇങ്ങനെയൊക്കെ നമ്മളിതൊക്കെ ഓരോന്നിലും നരിചത്ത് നാരിയാവുകയും നാരിചത്തുടൻ ഓരിയാവുകയും ഇങ്ങനെ എന്തുമാവാം. എല്ലാം ഇതുപോലുള്ള കൂടുകളാണ്, പല ടൈപ്പ് ആത്മാവിൻ കൂടുകൾ. ഈ കൂടുകളുടെ അകത്തേക്ക് ഈ ശരീരം അധിവസിക്കുക. ഇങ്ങനെയാണ് സങ്കല്പം. ഈ അസംഖ്യം ജീവാത്മാക്കൾ ഉണ്ടെങ്കിൽ അല്ലേ പരലോകവും പുനർജന്മവും ഉണ്ടാകാൻ വഴിയുള്ളൂ. എല്ലാം ബ്രഹ്മമെങ്കിൽ പിന്നെ എന്ത് പുനർജന്മം, എന്ത് പരലോകം എന്നാണ്. ഇതന്നെ നമ്മൾ പറയണത് ഒന്നുമില്ലാന്ന്. അപ്പൊ ഈ അമീബ ഇതൊരു ഏകകോശ ആത്മാവിൻ കൂടാണ്. ഒറ്റ കോശം മാത്രമുള്ള ഒരു ആത്മാവിന്റെ കൂടാണിത്. അത് ആത്മാവിന്റെ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നുണ്ടല്ലേ. സഞ്ചാരമുണ്ട്, ഇര പിടിക്കും, പല കാര്യങ്ങളും ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഇതും ഒരു ആത്മാവിന്റെ കൂടെ തന്നെയല്ലേ. ഈ പട്ടി, ശലഭം, മൃഗ, കീടാദികളൊക്കെ ആത്മാവിന്റെ കൂടെ പറഞ്ഞ പോലെ പക്ഷെ ഇതിന് ഒരു കോശമേ ഉള്ളൂ. ഒറ്റ കോശമുള്ള അതിനകത്ത് ആത്മാവ് കഴിഞ്ഞു കൂടുന്നുണ്ട്. ആത്മാവ് എന്ന വിത്തിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യുക്തിവാദി ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ആളെ, അത് വേറൊരു പ്രശ്നം, മിണ്ടാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഒരാത്മാവിൻ കൂടിന്റെ ചിത്രം. ഇതുപോലെയുള്ള അതെന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ ആത്മാവിന്റെ ഈ ഒരു ജീവശക്തി എല്ലാം ഇൻവേർട്ടഡ് കോമേഴ്സിലാണ്. ജീവശക്തി ആത്മാവ് എന്ത് ചെയ്യുന്നു? അതിന്റെ കോശസ്തരത്തിലൂടെ, സെൽ മെംബ്രെയിനിലൂടെ അകത്തേക്ക് വിടുന്ന ഭക്ഷണ വസ്തുക്കളെ ദഹിപ്പിച്ച് ഊർജം ഉണ്ടാക്കുന്നു. ദഹനത്തിനാവശ്യമായ ഓക്സിജൻ ചുറ്റുപാടിൽ നിന്ന് സ്വീകരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ശരീരം വളരുന്നു, സ്വയം വിഭജിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു ഏകകോശ ജീവിയായിരുന്നു ഈ ഹാളിലുള്ള നിങ്ങളൊക്കെയും ഞാനും. ഒരൊറ്റ കോശത്ത് നമ്മളൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഒരു അമീബ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കോശമായിരുന്നു. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കോശം, സൈഗോട്ട് എന്ന ഈ കോശവും അതിന്റെ പരിസ്ഥിതിയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുകയും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ഒരു അമീബയെ പോലെ ജീവിച്ച് വിഭജിച്ച് ഒരു അമീബയെ പോലെ നമ്മളും ഏകകോശ ജീവിയായി ശ്വസിക്കുകയും ഭുജിക്കുകയും വിഭജിക്കുകയും ചെയ്ത ആൾക്കാരാണ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ടായി? ഈ വിഭജിച്ചു പോയ കോശങ്ങൾ പൂർണ്ണമായി വിട്ടുപോയില്ല. അതൊട്ടി കുറെ സ്വതന്ത്രനായും കുറെ പരസ്പരം ആശ്രയിച്ചും ഒന്നിച്ചു കൂടിയാണ് മനുഷ്യനുണ്ടായത്. ഇത് മനുഷ്യ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഓരോ ശരീരത്തിനുള്ളിലും ഓരോ ആത്മാവ് വേണ്ടി വരും. ഇതാണ് സർവൈക്കുന്നത്. ഒരു കോശം വിഭജിച്ച് അവസാനം ഒരു മനുഷ്യനാവും. ഇന്നും ഒറ്റക്കൊറ്റക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യ കോശങ്ങൾ
ആ ഏകകോശ ജീവികളെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ സെല്ലും ചെയ്യുന്നുണ്ട്. അതിന്റെ കോശസ്തരത്തിലൂടെ അകത്തേക്ക് ഭക്ഷണം സ്വീകരിക്കുകയും ഓക്സിജൻ സ്വീകരിക്കുകയും ഉപാപചയ പ്രവർത്തനം നടത്തുകയും വളരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, വിഭജിക്കുകയും ഒക്കെ ചെയ്യും. ഒരു ഹ്യൂമൻ ലിവർ സെൽ നോക്കുന്ന ഉദാഹരണം വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണ്. പൊതുജീവധർമ്മങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഉപാപചയം മുതൽ വളരുക ഇങ്ങനെയുള്ള പൊതുജീവധർമ്മങ്ങൾ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയൊരു യൂണിറ്റ് ആണ് ഒരു കോശം. അല്ലാതെ ജീവൻ എന്ന് വേറൊരു വസ്തുവില്ല. ദാറ്റ്സ് എ ഫാലസി ഓഫ് മിസ്പ്ലേസ് കോൺക്രീറ്റ്നെസ്. പരസ്പരം കുറെ ആശ്രയിച്ചും കുറെ സ്വതന്ത്രമായും കഴിയുന്ന കോശങ്ങളുടെ സംഘാതമാണ് ഒരു ബഹുകോശ ജീവി. അല്ലാതെ ശരീരം ഒരു മുട്ടി മൺകട്ടകൾക്കൊത്ത നിർജീവമായ ശരീരം, ഇവിടെ ഒരു എന്തായാലും ഒരു അതീത ശക്തി, അത് എന്ത് രൂപത്തിലായിക്കോട്ടെ, ബ്രഹ്മമോ എന്ത് പേര് വേണം വിളിച്ചോ, അതും കൂടെ ചേർന്നെടുത്തൊരു ആത്മാവ്, ഇങ്ങനെയൊന്നുമല്ല. ഇതല്ല മനസ്സിലാക്കുന്നത്. ചൈതന്യവും ജഡവുമായി കലരാം ജഗത്തിൽ ഏതെങ്കിലും വടിവിൽ, ജഗത്തിൽ ഏതെങ്കിലും വടിവിൽ, അമീബ മുതൽ ഏതുമായി വടിവിൽ ഈശ്വര വൈഭവത്താൽ എന്ന സങ്കല്പമൊക്കെ കാവ്യസങ്കല്പങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേവല കാവ്യസങ്കല്പങ്ങളാണ്. ഇത് കഥ, ശാസ്ത്രമല്ല. ഇത് അപ്പോ ഒരു ജീവിയുടെ കോശങ്ങൾ എന്ന എത്രയാവട്ടെ, ദശകോടികൾ ട്രില്യൻസ് ആണ് മനുഷ്യന്റെ സെല്ലുകളുടെ എണ്ണം. അവ ജീവധർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ജീവനുണ്ട് എന്ന് വിളിക്കുന്നത്. സർവ്വകോശങ്ങളും ജീവധർമ്മം പ്രദർശിപ്പിക്കാത്ത അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ പരിപൂർണമായി ഈ ഒരു മൺകട്ട പോലെ നമ്മൾ നിർജീവന്മാരാകുന്നതെന്നാണ്. ഇതാണ് ഒന്നുകൂടി ആവർത്തിക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ടും കുറെ നേരം കയ്യിലെ കോശങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുന്നു എന്നത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. ഇത് ഈ ശരീരത്തിൽ എന്ന കോശ സമൂഹത്തിൽ നിന്ന്, ഈ കോളനിയിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ കുടിയേറാം, വേറൊരു കോളനിയിലേക്ക് കുടിയേറി താമസിക്കാം. അവിടെയാണ് അവയവമാറ്റം സംഭവിക്കുന്നത്. ഈ മാതൃ കോളനി അപ്രത്യക്ഷമായി ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും ഈ പുതിയ കോളനിയിൽ അവർ ജീവിക്കുന്നു. ലിവർ മാറ്റി വെക്കുന്നു, കിഡ്നി മാറ്റി വെക്കുന്നു. ദാതാവ് മരിച്ച ശേഷവും അവർ 40 വർഷം ജീവിക്കുന്നു. അതാണ് അവരുടെ പരസ്പര ആശ്രയം ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത്. ഈ അവയവദാനം എന്ന ഒരൊറ്റ സംഗതി മതി ആത്മാവ് എന്ന ഈ ഒരു അപക്വമായ ബാലഭാവനയുടെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവാൻ. ഈ ശരീരം അധിവസിക്കുന്നത് കൊണ്ട് മാത്രം, അതായത് ആത്മാവ് എന്ന ഒരു, അല്ലെങ്കിൽ ജീവൻ എന്നൊരു സാധനം ഇരിക്കുന്നത് കൊണ്ട്, അതാണ് എല്ലാ മതക്കാരും പറയാം. മനുഷ്യൻ എന്ന് വെച്ചാൽ ആത്മാവുള്ളതാണ്. ചില മതക്കാർക്ക് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ കേട്ടോ, മറ്റേ ജീവികൾക്കൊന്നും ആത്മാവില്ല. ഒരു പരീക്ഷണം അങ്ങനെയായിരുന്നു. ഈ വിശ്വാസ പ്രസ്ഥാനക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പല പരീക്ഷണങ്ങൾ നടത്തിയാൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതേ ഫലം കിട്ടും. അതുകൊണ്ട് 901 ഒരാളൊരു പരീക്ഷണം നടത്തി. മരിക്കാൻ പോകുന്ന കുറെ ആൾക്കാരെ എടുത്തിട്ട് കട്ടിലുമേ കടത്തി വെയിറ്റ്, മരിക്കുന്ന മൊമെന്റിൽ വെയിറ്റ് പറയുന്നത് 21 gram ആണ് ആത്മാവിന്റെ വെയിറ്റ് എന്ന് അയാളെങ്കിൽ രേഖപ്പെടുത്തി വെച്ചു 901. ഇപ്പോഴും അത് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, നമ്മുടെ സക്കീർ നായിക്കിന്റെ വീഡിയോ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. മുപ്പര് പറഞ്ഞത് there are researches എന്നാണ്. ചില റിസർച്ചുകൾ കണ്ടെത്തിയെന്ന് 901 പറഞ്ഞ കാര്യമാണ്. അയാള് ഈ പരീക്ഷണം അതുകൊണ്ട് നിർത്തിയില്ല. മൂപ്പര് കുറെ നായ്ക്കളെ ഇതുപോലെ നോക്കി, നായ്ക്കൾക്ക് വെയിറ്റ് കുറയില്ലെന്ന്, നായ്ക്കൾക്ക് ആത്മാവില്ലാന്ന് മൂപ്പര് കണ്ടുപിടിച്ചത്. അമേരിക്കയിലെ പട്ടിക്ക് ആത്മാവില്ലാന്ന്. മനസ്സിലായില്ല? അപ്പൊ അയാളുടെ ധാരണ, അയാളുടെ മതവിശ്വാസം അതാണ്, മനുഷ്യന് ആത്മാവുണ്ട്. അപ്പൊ അയാൾ പരീക്ഷിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് ആ മരിക്കുന്ന സമയത്ത്, എന്താണ് മരിക്കുന്ന സമയം അത് വേറെ വിഷയം, ആ സമയത്ത് 21 gram വെയിറ്റ് കുറഞ്ഞു മൂപ്പരെ കൃത്യമായി കണ്ടുപിടിച്ച എഴുതി വെച്ചിട്ടുണ്ട്. ആകോട്ടെ. അപ്പോ ഇങ്ങനെയല്ല ശരീരം. ഒരു അഭൗതികമായ ഒരു സത്ത വന്ന് ഇരിക്കുന്നത് കൊണ്ട് മാത്രം സജീവമാവുന്ന ഒരു കൂടല്ല നമ്മൾ സജീവമായ കോശങ്ങളുടെ സംഘാതമാണ്. അവ പരസ്പര ബന്ധിതം, പരസ്പരം ആശ്രയമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. അവയവദാനത്തിന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ചെറുകുളത്തൂർ ഗ്രാമം മൊത്തം ഇന്ന് പൂർണ്ണ അവയവദാനത്തിന് തയ്യാറായിരിക്കുകയാണ്. അതാണ് അവർ പറയുന്നത്. ജീവിതത്തിന്റെ അവസാനം എവിടെ എന്ന ചോദ്യത്തിന് ഓരോ ചെറുകുളത്തുകാരനും നൽകുന്ന ഉത്തരമുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയിലാണ്. അത് അവസാനിക്കുന്നേ ഇല്ല. മരണം അവന്റെ ജീവിതത്തിൽ അവസാന സംഭവമേ ഇല്ല. ഇതൊക്കെ നടക്കുമ്പോഴും ഈ അവയവദാനം എന്ന ഈ ശാസ്ത്ര വസ്തുത, അവയവദാനം സാധ്യമാണ്, ഒരവയവത്തിന് വേറൊരാൾ ജീവിക്കുന്നത് സാധ്യമാണ് എന്നൊക്കെ ആലോചിക്കുകയും മതസംഘടനകൾ, ഇപ്പൊ കിഡ്നി ഫൗണ്ടേഷന്റെ അതിന്റെ പ്രണേതാവ് ഒരു ഫാദറാണ്, ഒരു ക്രിസ്ത്യൻ ഫാദർ. അദ്ദേഹം ദൈവത്തിന്റെ ജോലി ചെയ്യുന്നു അദ്ദേഹം വിചാരിക്കുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റ്, കിഡ്നി നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തെ വിമർശിക്കാല്ല കേട്ടോ, വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലോകവീക്ഷണത്തെ, മനുഷ്യന്റെ സ്വഭാവം എന്ത്, മനുഷ്യൻ എന്താണ് ഈ സ്ഥാനം, നമ്മൾ എന്താണ് എന്ന് ആലോചിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും ആത്മാവുണ്ട്,
ആത്മാവ് വേർപിരിയിലാണ് മരണം എന്നൊക്കെ വിശ്വസിക്കുന്നു. അവയവദാനം നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നടന്നത് നമ്മുടെ കാലത്താണ്. നമ്മൾ അറിയണം, ഇവിടെ എല്ലാവരും ആധുനിക വൈദ്യത്തെയും ആധുനിക ശാസ്ത്രത്തെയും തള്ളിപ്പറയുക എന്നുള്ളതാണ്. അതാണ് തൊഴിൽ. കുറെ ആൾക്കാരുടെ ഒരു മെയിൻ തൊഴിൽ എന്നതാണ്. ഇന്നലെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാക്സിനേഷൻ ആയാലും ശരി, എന്ത് കാര്യമായാലും ശരി. പക്ഷെ എന്താ പറയാ, മനുഷ്യ സർഗശേഷിയുടെ, മനുഷ്യത്വത്തിന്റെ ഒക്കെ ഒരു കാലമാണ് നമ്മുടെ ജീവിതകാലം. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അതിൽ ശരിക്കും അതിലൊരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട്. അറിയുമ്പോൾ ഇത്രയൊക്കെ മനുഷ്യൻ സാധിക്കുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ അതിൽ നമ്മളെ വിനയവാനും നമ്മളെ സന്തുഷ്ടനുമാക്കേണ്ടതുണ്ട്. ഇതൊന്നും അല്ല അവർ ആലോചിക്കുക. അവർ ഈ പഴയ കാവ്യഭാവനകളുടെ പുസ്തകത്തിൽ പറഞ്ഞത് അതിനൊരു മാറ്റവും ഇല്ല. ആത്മാവും ശരീരവും ഒക്കെ അതേപോലെ ഉണ്ട്. ആത്മാവിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവയവദാനം വേറെ നടക്കുന്നുണ്ട്. കൊച്ചേശ്വര ചിറ്റിലപ്പള്ളി ദാനം ചെയ്തതാണ്. ഒരു അമ്മ അവരുടെ കരൾ ഒരാ മകനും വൃക്ക മകൾക്കും കൊടുത്തതാണ്. ഇതൊക്കെ നടക്കുന്നു നമ്മുടെ നാട്ടിൽ. ഈ അവയവദാനം എന്ന സംഗതി സാധ്യമാക്കിയ സർജൻ ജോസഫ് മറേ എന്ന അദ്ദേഹം ഈ നവംബറിലാണ് മരിച്ചത്. 28/11/2012 മരിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആയുഷ്കാലത്തിൽ ഇതൊക്കെ നടന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ആയുഷ്കാലത്ത് നമ്മുടെ ശാസ്ത്രത്തിലും മനുഷ്യനെ കുറിച്ചും ജീവനെ കുറിച്ചുമുള്ള നമ്മുടെ അറിവുകളിലും വരുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ സ്പർശിക്കുന്നതേയില്ല. നമുക്ക് പ്രകൃതി ചികിത്സയും ഹോമിയോപ്പതിയും പിന്നെ ആത്മാവും പുനർജന്മവും ഭഗവത്ഗീതാ യജ്ഞവും അങ്ങനെ പോവാണ് നമ്മുടെ. അതിലൊരു മാറ്റമില്ല. ഇതൊന്നും സ്പർശിക്കുന്നതേ ഇല്ല. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആണ്. ജോസഫ് മറേ 2012. 1954 അദ്ദേഹം ആദ്യത്തെ കിഡ്നി മാറ്റിവെക്കൽ ചെയ്തു. 1990 അദ്ദേഹം നൊബേൽ പ്രൈസ് കിട്ടി. ഇത് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതിയാണ്. എനിക്കത് രസകരമായി തോന്നി, നമുക്കും കൂടി ആക്സെപ്റ്റബിൾ ആണെന്ന് തോന്നി. അദ്ദേഹം ഒരു എത്തിയിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, പഴയ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നോബൽ പ്രൈസ് സ്പീച്ചിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കണ്ട സംഗതിയാണ്, ഒരു 10 ജീവിതങ്ങൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതാണ്. ഒരു ജന്മം ഞാൻ ഒരു എംബ്രിയോളജിസ്റ്റ്, ഒരു ജന്മത്തിൽ ഞാൻ ഒരു ജെനറ്റിസിസ്റ്റ്, ഒരു ജന്മത്തിൽ ഞാൻ ഫിസിസിസ്റ്റ്, പിന്നെ ആസ്ട്രോണമി, ജിയോളജി, ഭൗമശാസ്ത്രം, പിയാനോ വായനക്കാരൻ, ബാക്ക്വുഡ്സ് മാൻ എന്ന് പറഞ്ഞാൽ അത് ഈ വളരെ ബുദ്ധിമുട്ടുള്ള പ്രകൃതി കാട്ടിലൊക്കെ പോയി സ്വന്തമായി ജീവിക്കുന്ന ആൾക്കാർ, ഒരു ടെന്നീസ് പ്ലെയർ, എഴുത്തുകാരൻ, ആർക്ക് നാഷണൽ ജിയോഗ്രാഫിക്ക് എഴുതുന്ന ആൾ. ഇതൊക്കെ ആവണം. 9 ആയിട്ടുള്ളൂ. 10ാമത് എനിക്ക് ഒരിക്കൽ കൂടി ഒരു സർജൻ സയന്റിസ്റ്റായി ജീവിക്കണം നമുക്ക് പറയുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന എൻജോയ് ലൈഫ്. ഇത് നമ്മുടെ യുക്തിവാദികളൊക്കെ സ്റ്റോപ്പ് വെറിയിങ് ആൻഡ് എൻജോയ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ മതവാദികൾ പറയാം, ഓ കള്ളു കുടിച്ച് നടക്കുക അല്ലേ, കള്ളുപിടി പെണ്ണുപിടി, ഇതാണ് എൻജോയ് ലൈഫ് എന്നാണ്. ലൈഫ് ഇങ്ങനെയാണോ എൻജോയ് ചെയ്യുന്നത്? ഇതാണ് എൻജോയ് ചെയ്യുന്നത്. ഈ മനുഷ്യന്റെ സർഗപ്രക്രിയയിൽ പങ്കാളികളാവുന്നതാണ് ലൈഫ് എൻജോയ് ചെയ്യുക. പിയാനോ വായിക്കുക, സംഗീതം കേൾക്കുക, ജെനറ്റിക്സ് പഠിക്കുക, ഫിസിക്സ് പഠിക്കുക, ജ്യോതിശാസ്ത്രം പഠിക്കുക, ഇതൊക്കെയാണ് ജീവിതം ആസ്വദിക്കുക, എൻജോയ് ലൈഫിന്. ഈ പൊട്ടന്മാരെ വിചാരം ഈ കള്ളുകൂടിയാണ് ജീവിതം. ഇനി പന്നികൾ ഇനി വരാൻ പോകുന്നതാണ്. പന്നികളാണ് നമുക്ക് അടുത്ത അവയവദാനികളാവാൻ പോകുന്നത്. വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന സംഗതിയാണ്. പന്നികളുടെ ശരീരത്തിന്റെ അകത്തുള്ള ഈ നമ്മുടെ ഹൃദയം, ലിവറൊക്കെ നമുക്ക് മാറ്റിവെക്കാം. പന്നികളുടെ അവയവങ്ങൾ നമുക്ക്, കാരണം അവയവദാനം ആവശ്യമുള്ള അത്രയും അവയവങ്ങൾ നമുക്ക് ഇന്ന് കിട്ടാനില്ല. അപ്പോൾ അത് ചെയ്യാവുന്ന ഒരു വഴി ഇതാണ്. പന്നികൾ നമ്മൾ ധാരാളമായി വളർത്തുന്നുണ്ട്. ഈ പന്നികളിലെ അവയവങ്ങൾ നമുക്ക് സ്വീകരിക്കാം. പന്നിക്ക് പിന്നെ ആത്മാവില്ല എന്നുള്ള നേരത്തെ തീരുമാനമായിട്ടുണ്ട്. അതിന്റെ ഹൃദയ ഗുഹക്കകത്ത് ആത്മാവൊന്നും ഇല്ലല്ലോ. അത് വെച്ചാൽ നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യും. നമ്മുടെ ഹൃദയം എടുത്ത് മാറ്റിയിട്ട് ആത്മാവുള്ള ഹൃദയം മാറ്റി വെച്ചിട്ട് ആത്മാവില്ലാത്ത ഹൃദയം വെച്ചാലും പിന്നെയും പൊക്കോളൂ, ഒരു 50 കൊല്ലം. അപ്പൊ ഇത് ഇനിയിപ്പോ 3 മുതൽ 5 കൊല്ലത്തിനകത്ത് ഈ ഹ്യൂമൻ ടെസ്റ്റിംഗ് സാധ്യമാണെന്നാണ്. ഒരു 10 വർഷത്തിനകം ഇതൊരു ആക്സെപ്റ്റഡ് പ്രൊസീജിയർ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, പന്നികളുടെ അവയവങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളത്. ഇതിലെന്താ ഒരു പ്രശ്നമുള്ളൂ? പന്നികളും നമ്മളെപ്പോലെ തന്നെ ജീവികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യത്യാസമില്ല മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷെ എന്താണ് വ്യത്യാസം? പരിണാമപരമായി നമുക്ക് ഒരു ദൂരമുണ്ട്. നമ്മുടെ പൊതുപൂർവികൻ വളരെ ലക്ഷക്കണക്കിന് കൊല്ലം മുമ്പാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റി? ഈ പരിണാമം ഒരു പടിയല്ല, പരിണാമം ഒരു വൃക്ഷം പോലെ പരന്നു പോകുന്നതാണ്. അപ്പൊ നമ്മുടെ പൊതുപൂർവികൻ കുറെ മുന്നിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വഴിമാറി വേറെ പോയി, പന്നി വേറൊരു വഴിക്ക് പോയി. ഇങ്ങനെ വരുമ്പോ നമ്മുടെ ശരീരത്തിന്റെ ഘടനകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. പൊതുപൂർവികനിൽ നിന്ന് ഘടകണ വ്യത്യാസങ്ങൾ വന്നുവെന്നാണല്ലോ പുതിയ ജീവികൾ ഉണ്ടാവുന്നത്. അപ്പോ രണ്ടും തമ്മിൽ പൊരുത്തക്കേടുകൾ കൂടും.
ആൻഡ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പന്നിയുടെ ശരീരാവയം മാറ്റിവെച്ചാൽ ഇത് മനുഷ്യ ശരീരമല്ല, ഇത് വേറൊന്നാണ് എന്ന് തിരിച്ചറിയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റം. അതിനെ ആക്രമിക്കും, അതിനെ കൊന്നുകളയും, നശിപ്പിച്ചു കളയും. ഇത് അവയവദാനത്തിലൊക്കെയുള്ള പ്രശ്നമാണ്. ഏത് മനുഷ്യൻ്റെതും വേറൊരു മനുഷ്യന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത്ര ഓവറായിട്ട് വർക്ക് ചെയ്യാതെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് ഈ കിഡ്നിയെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്നത്. പക്ഷെ ആ മരുന്നുകളൊന്നും ഒരു പന്നിയുടെ ശരീരത്തെ തിരസ്കരിക്കാതെ ഇരിക്കാൻ മാത്രം ശക്തമല്ല, അത്ര ശക്തിയുള്ള മരുന്നുകളല്ല. അത് അപകടകരമാവും. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. GM വിളകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. GM പന്നികളെ ഉണ്ടാക്കുന്നു. അവരുടെ അന്തരാവയവങ്ങളിലെ ആന്റിജൻസ് മനുഷ്യന്റെ ആന്റിജൻസ് പോലെ ആക്കിയാൽ പോരെ, ആ ജീനുകൾ അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ എന്തെറ്റി? അത് മനുഷ്യന് സ്വീകരിക്കാവുന്നതായി. മനുഷ്യന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അത് പന്നിയുടെ ആണ് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ വേറൊരു ജീവിയുടെ അന്യവസ്തുവായി കാണില്ല. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഉള്ള റിസർച്ചുകൾ ധാരാളമായി നടക്കുന്നു. ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് പിഗ്സ് ആസ് ഓർഗാൻ ഡോണേഴ്സ് ഫോർ സീനോ ട്രാൻസ്പ്ലാന്റേഷൻ പേപ്പറുകൾ വരുന്നു. 2010 പത്രമാണ്. ലാൻസെറ്റ് എന്ന പ്രസിദ്ധമായ വൈദ്യശാസ്ത്ര ജേണൽ ക്ലിനിക്കൽ സീനോ ട്രാൻസ്പ്ലാന്റേഷൻ, മൃഗങ്ങളിൽ നിന്നുള്ള ട്രാൻസ്പ്ലാന്റേഷൻ, ദ നെക്സ്റ്റ് മെഡിക്കൽ റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിലെ അടുത്ത വിപ്ലവം തന്നെ ഈ പന്നികളിൽ നിന്നുള്ള അവയവദാനമാണെന്നാണ്. പന്നികൾ തന്നെ ഇത് പറയുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് പിഗ്സ് ഇൻടു ഹ്യൂമൻ പ്രൈമേറ്റ്സ്. നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിൽ ഇപ്പൊ തന്നെ നടന്നു കഴിഞ്ഞു. ചിമ്പാൻസികളിലേക്കൊക്കെ ഇപ്പൊ തന്നെ നടന്നു കഴിഞ്ഞു. 1 മാസം വരെ ഒക്കെ ഇപ്പൊ നിൽക്കുന്നുണ്ട്. പന്നികളിൽ നിന്നുള്ള ഈ മോഡിഫൈഡ് ആയിട്ടുള്ള പന്നികളിൽ നിന്നുള്ള അവയവങ്ങൾ ചിമ്പാൻസികളിൽ ഇപ്പോൾ പ്രയോഗിച്ചു തുടങ്ങി. മനുഷ്യ പരീക്ഷണങ്ങൾ ഒരു 3 വർഷത്തിനകം ആരംഭിക്കും. 10 വർഷം കൊണ്ട് അവയവ ലഭ്യത ഇന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ആയാലും നമ്മുടെ മലയാളികൾ പറയാം, എത്ര കെമിക്കൽ കൂട്ടി ചേർത്താലും ജീവൻ ഉണ്ടാകില്ല. അതിന് ജീവൻ വെക്കണമെങ്കിൽ ജീവൻ തന്നെ കൂട്ടിച്ചേർക്കണം. അത് കെമിക്കൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല, അതാണ് കാരണം. പഞ്ചപ്രാണൻ, ഇതൊക്കെ യഥാർത്ഥ മനുഷ്യർ പറയുന്ന ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ്. പഞ്ചപ്രാണൻ നിയന്ത്രിക്കുന്ന ശരീരം കീറി മുറിച്ച് പഠിച്ചാൽ ഈ പ്രാണൻ ജീവനുള്ളപ്പോൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന് പഠിക്കാനാവില്ല. എന്നാൽ ഈ പ്രാണൻ വഴി സ്വന്തം ഉള്ളിലോട്ട് ഇറങ്ങി പഠിക്കുന്ന ഒരു വിദ്യയുണ്ട്, ആത്മവിദ്യ. അതറിഞ്ഞവൻ അവനാണ് പഠിച്ചവൻ. ഇതൊക്കെ വെറുതെ ഇവിടെ പന്നികളിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ജീവശാസ്ത്രത്തിന്റെ അടുത്താണ് പഞ്ചപ്രാണൻ വെച്ച് പൂശുന്നത്. ദൈവമുണ്ട് എന്ന അറിവ്, ഞാൻ ഇതൊക്കെ കമന്റുകൾ, രസകരമായ കമന്റുകളാണ്. ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ തെളിവ് വേണം. എന്താ തെളിവ്? മരിച്ചുപോയ ഒരു ശരീരത്തിൽ ശാസ്ത്രീയമായി ജീവനെ ഒന്ന് കടത്തിവിട്ട് കാണിച്ചാൽ മതി. അതിപ്പോ നമ്മളെ ഡോക്ടർ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത് കാണിച്ചാൽ മതി. എന്നാൽ മുപ്പത് വിശ്വസിക്കാം ദൈവമില്ല. ജീവൻ കടത്തി കാണിക്കണം. ജീവന്റെ സാധനം എന്ന് വെച്ചാൽ ഫ്രാങ്കൻസ്റ്റീൻ സിനിമയില് ഒരു മരിച്ച ശരീരത്തിന് മുകളിൽ മിന്നൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിച്ചിട്ട് അതിന് ജീവൻ വെപ്പിക്കുന്ന സീനാണ്. ഇതുപോലെയാണ് രജനീകാന്തിന്റെ ഇന്ദിരൻ എന്ന പടത്തിലെ ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല, വികാരങ്ങളില്ല, ബുദ്ധിപൂർവമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിനെന്ത് വേണം? മിന്നൽ വരണം മേലെ. അത് ദൈവത്തിന്റെ സംഗതിയാണ്. ഇതാണ് നമ്മുടെ ധാരണ. അത് പറഞ്ഞ് ജീവൻ എന്ന് പറഞ്ഞ സംഗതി വേറെന്തോ ഒന്നാണ്. ഇതാണ് തലച്ചോറിന്റെ പ്രവർത്തനം എന്നുള്ള ബോധം. എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഡാർവിന് മുമ്പുള്ള എല്ലാ ധാരണകളും നമ്മൾ കാലഹരണപ്പെട്ടു. 1959 മുമ്പുള്ള എല്ലാ മനുഷ്യധാരണകളും കാലഹരണപ്പെട്ടു. ഡാർവിൻ മനുഷ്യകുലത്തിന് നൽകിയ മഹത്തായ തിരിച്ചറിവുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അപരിചിതമാണ്. ഇവിടെ ഇന്നും പഞ്ചപ്രാണനും ഇതൊക്കെ ആയിട്ട് നടക്കണം. മരണാനന്തര ജീവിതത്തിനെ കുറിച്ച് വിരാകൃഷ്ണൻ എഴുതിയ ഒരു ഗ്രന്ഥം കാണാം. ആ ഉന്നത നീതിപീഠ അധിപതികൾ മുതൽ ജനപ്രിയ സീരിയൽ കാണികൾ വരെ മരണാനന്തരവും നിലനിൽക്കുന്ന ആത്മാവിലും അതിന്റെ പ്രവർത്തനങ്ങളിലും ഉറച്ച വിശ്വാസമാണ്. ഇത് ജനയുഗത്തിൽ വന്നൊരു ആർട്ടിക്കിളാണ്. അഗ്നിപുത്രി 200ന്റെ നിറവിൽ ഹൊറർ പരമ്പരകൾക്ക് പുത്തൻ മാനം നൽകിയ ഏഷ്യാനെറ്റിലെ അഗ്നിപുത്രി 200 എപ്പിസോഡുകൾ പൂർത്തിയാക്കുന്നു. ഒരു ആത്മാവിന്റെ പ്രതികാരവും അതിനെ തുടർന്നുന്ന സംഭവ വികാസങ്ങളും. ശ്വാസം അടക്കി പിടിച്ച് കേരളം മൊത്തം കാണുകയാണ് ആത്മാവ്. SI ജമീലിയുടെ ശരീരത്തിൽ കയറിക്കൂടിയ വിപഞ്ചികയുടെ ആത്മാവാനടാ ഞാൻ. പ്രേതം വന്ന് അടിച്ചു പൂശാൻ. എന്നിട്ട് ഇത് അവിടെ നിൽക്കൂല. തലച്ചോറ് മാത്രമല്ല പോയിട്ടുള്ളൂ, അഭവുമായ, കാരണം ഇതിപ്പം ചൈതന്യവും ജഡവുമായി കലരാമെന്നാണല്ലോ ജഗദീശ്വര ഗതി. ഇതിപ്പോ ചൈതന്യം മാത്രമേ, ഈ ശരീരത്തിനേക്കാളും ഈ മനുഷ്യരെ എടുത്ത് പൊക്കുകയാണ്. അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് രസമാണ്. പൊക്കി ഇങ്ങനെ കൊന്നുകളി ഈ ആത്മാവ്. അങ്ങനത്തെ ഗംഭീര ആത്മാവ്. ഈ കഥകളെ നാം എന്തിനു വിമർശിക്കണം? അവ നിരുപദ്രവങ്ങളല്ലേ? ഇതൊരു തമാശക്ക് വെച്ചത്. വേണ്ടവർ സ്വീകരിക്കട്ടെ എന്ന് വെച്ചുകൂടെ? ഇതൊരു സ്ഥിരം ചോദ്യമാണ്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന മതങ്ങളുടെ കഥ
അപകടകരമാണ്. അതുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഡേഞ്ചറസ് തിങ്. റിലീജിയൻ ടീച്ചസ് ദ ഡേഞ്ചറസ് നോൺസെൻസ് ദാറ്റ് ഡെത്ത് ഈസ് നോട്ട് ദ എൻഡ്. ഡോക്ടേഴ്സ് പറയും. ഇതുകൊണ്ടാണ് മരണത്തിന് ശേഷം ഒരു ഗംഭീര ജീവിതമുണ്ട്, സ്വർഗത്തിൽ ജീവിക്കാം എന്ന ധാരണ കൊണ്ടാണ് സ്വന്തം ജീവനെ പുല്ലുപോലെ കണ്ട് വിമാനം ഓടിച്ചു കയറ്റി അതിലുള്ള ആൾക്കാരടക്കം ഒരു വേൾഡ് ട്രേഡ് സെന്ററിൽ പോയി ആൾക്കാർ ഇടിക്കാൻ തയ്യാറായി പോരുന്നത്. കാരണം എന്താണ്? ഈ മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിചാരിക്കുകയാണ്. ഇത് വെറും പരീക്ഷണമാണ്. ഇവിടെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് അനുസരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും എന്നുള്ള ധാരണ കൊണ്ടാണ്. അപകടകരമായ നോൺസെൻസ് ആണ്. ഇതുകൊണ്ടാണ് അരയിൽ ബോംബ് കെട്ടി ആൾക്കാർ ചാവുന്നത്, ധൈര്യമായി പോകുന്നത്. ഒരാളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു രക്തസാക്ഷിയാവുകയാണെങ്കിൽ നിനക്ക് മരണാനന്തരമായി ഗംഭീരമായ ജീവിതം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമ്പോൾ ആ രീതിയിൽ ആൾക്കാർ മരിക്കാൻ തയ്യാറാവുകയാണ്. ഇത് ഇറാനിലെ ആയത്തുള്ള ഖൊമേനിയുടെ ഇസ്ലാമിക വിപ്ലവം വന്ന ശേഷം അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള പേർസ്യ പോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൃദയ ദ്രവീകരണക്ഷമമായ ഒരു ഗ്രാഫിക് നോവലാണ്. അത് സിനിമയുണ്ട്. എന്റെ മോളുടെ പാഠപുസ്തകമാണ് കേട്ടോ, അത് അവിടുന്ന് എടുത്ത. അപ്പോ ഇതില് കാണാം, ഇത് ഈ സ്ത്രീ വന്ന് ഇവരുടെ വീട്ടിലെ ജോലിക്കാരിയാണ്. അവർ വന്നിട്ട് പറയാണ്, എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണത്? ഇത് കണ്ടോ, എന്റെ മകന് സ്കൂളിൽ നിന്ന് കൊടുത്തിരിക്കുന്നതാണ്. ഒരു പ്ലാസ്റ്റിക്കിന്റെ കീയാണ്, സ്വർണം പൊതിഞ്ഞ, സ്വർണത്തിന്റെ കളർ, സ്വർണത്തിന്റെ പെയിന്റ് അടിച്ച പ്ലാസ്റ്റിക് കളർ. ഇതെന്താന്ന് വിചാരിച്ചിരിക്കുന്നത്? സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഈ യുദ്ധത്തിന് ഈ സ്വർഗത്തിലേക്കുള്ള താക്കോല് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് കുട്ടികൾ നിരയായിട്ട് അവരെ വിടാൻ, അവര് ഫുൾ ഹരത്തിലാണ്. അവരെ വിളിച്ചു കൊണ്ടുപോയി ഇതുപോലെ വലിയ പ്രസംഗങ്ങളൊക്കെ കൊടുത്ത് അവരെ വലിയ ആവേശഭരിതരാക്കി ഈ കഴുത്തിൽ മാലയുമായി പോയി മൈനുകൾക്കും ബോംബുകൾക്കും ഇടയിൽ അവർ ആഹുതി ചെയ്യപ്പെടുന്നു. ഇതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മരണത്തെ അതിജീവിക്കുന്ന വേറൊരു സത്തയാണ് നീ, യഥാർത്ഥ സത്ത. മരണം അവസാനമല്ല എന്ന ധാരണ കൊണ്ടാണ്. ഇതുകൊണ്ടാണ് അപകടകരമാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് കുന്താനം പറയാം. നമ്മള് അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കളായി ഗർഭപാത്രത്തിൽ പൊക്കും പുറപ്പെട്ടു ഇങ്ങനെ കർമ്മം കൊണ്ട് കളിക്കുന്നതാണ്. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീസുരനാകുന്നു. മഹീസുരൻ വെച്ചാൽ ബ്രാഹ്മണൻ. ദേവന്മാരുടെ ലോകത്ത് നിന്ന് വരുന്ന ജീവനാണ് മനുഷ്യരുടെ ലോകത്ത് ഭൂസുരന്മാരാവുന്നത്, ബ്രാഹ്മണന്മാരാവുന്നത്. ചണ്ടകർമ്മങ്ങൾ, ചീത്തയായ കർമ്മങ്ങൾ ചെയ്യുന്നവർ ചാവുമ്പോൾ അവരാണ് ചണ്ടാല കുലത്തിൽ പിറക്കുന്നത്. ഇതെല്ലാ ദിവസവും കേരളത്തിലെ അമ്പലങ്ങളിൽ പീലിയില ഭംഗിയായി പാടി ഇങ്ങനെ കേരളം മൊത്തം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരികളാണ്. ഇന്നലെ ബാബു ഗോഖിനി പറഞ്ഞ സംഗതിയാണ്, ദോസ് ബിലീവിംഗ് ഇൻ അബ്സർഡിറ്റീസ് ക്യാൻ കമ്മിറ്റ് അട്രോസിറ്റീസ്. ഇതുപോലുള്ള അബ്സർഡിറ്റികൾ, ഇതുപോലുള്ള അസംബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്നലെ നമ്മളിവിടെ കേട്ട ഇതേ ഹാളിൽ നടന്ന പ്രസംഗമാണ്. ചിലർ ജന്മനാ പൂജനീയരാവുന്നു, ചിലർ ജന്മനാ അധപ്പതിച്ചവരാവുന്നു. എന്തുകൊണ്ട്? മനുഷ്യനൊരു സത്തയുണ്ട്, ഒരു എസൻസ് ഉണ്ട്. ആ എസൻസിന് തമോ ഗുണങ്ങൾ, രജോ ഗുണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ധാരണകൾ, സത്വ ഗുണങ്ങളുണ്ട്. ഈ അബദ്ധവിശ്വാസം അംഗീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് ചിലർ ജന്മം കൊണ്ട് മാത്രം പൂജനീയരാവുന്നു, ചിലർ ജന്മം കൊണ്ട് മാത്രം അധപ്പതിച്ചവരാവുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2008 108 ബ്രാഹ്മണർക്ക് കാല് കഴുകി ചൂട്ട് നടത്തിനാണ്. കാല് കഴുകി ചൂട്ട്, ബ്രാഹ്മണരായത് ഒഴിച്ചതുകൊണ്ട് അവരുടെ കാല് കഴുകി ചൂട്ടുകയാണ്. ഇതേ ഇന്ത്യയിൽ സവനൂർ എന്ന സ്ഥലത്ത് അവരുടെ ഈ 70 വർഷമായി അവർ ജീവിക്കുന്ന കോളനി ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവർക്കുള്ള വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യും. പ്രതിഷേധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് ഒരു രൂപമില്ല, ആരോട് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. അവർ പോയി മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ സ്വയം മലത്താൽ അഭിഷേകം ചെയ്തു മനുഷ്യ വിസർജം മേൽ കോരി ഒഴിച്ചിരിക്കുന്നു. എത്ര അപമാനീകരിക്കപ്പെട്ടു. ഇവിടെ കാല് കഴുകി ചൂട്ടുകയാണ്. 108 ബ്രാഹ്മണരെ കാല് കഴുകി ചൂട്ടുന്നു. ഇവിടെ ദളിതന്മാർ സ്വയം മലത്താൽ അഭിഷേകം ചെയ്യുന്നു. ഇതാണ് those believing in absurdities. A society that can believe in absurdities will commit atrocities. ഇതാണ് നമ്മുടെ സമൂഹം, അബ്സേർഡിറ്റികളിൽ വിശ്വസിക്കുന്ന സമൂഹം ചെയ്യുന്ന അട്രോസിറ്റിയാണ്. ഇത് 3-ാം തീയതി, ഈ നവംബർ 3-ാം തീയതി രാംദാസ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാളി മക്കൾ കക്ഷിയുടെ വലിയ പ്രസിദ്ധനായ നേതാവ്, അദ്ദേഹത്തിന്റെ പാർട്ടി കേന്ദ്രഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന അദ്ദേഹം ദളിതന്മാർക്കെതിരെ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ദളിതന്മാർക്കുള്ള എതിരായിട്ടുള്ള അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് മോഡിഫൈ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പറഞ്ഞ വാചകം ഇതാണ്: ജീൻസും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഇവർ ഞങ്ങളുടെ
പെൺകുട്ടികളെ വശീകരിക്കുന്നു. രാക്ഷസന്മാരാണ്. കൂളിംഗ് ഗ്ലാസ് ധരിച്ചു വരുന്ന രാക്ഷസന്മാരാണ്. സത്ത എങ്ങനെയാണ്? ഈ വളരെ തമോ ഗുണമുള്ള സത്തയുള്ള ആൾക്കാർ, ജന്മനാലെ അധകൃതരായവർ. അട്രോസിറ്റി, ഇതാണ് അട്രോസിറ്റി, അബ്സർഡിറ്റി ആൻഡ് അട്രോസിറ്റി. റോബർട്ട് പാർക്ക് പറയും, ശാസ്ത്രം മാത്രമാണ് അറിയാനുള്ള വഴി. സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിഥിങ് എൽസ് ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ. വെറും സൂപ്പർസ്റ്റിഷനാണ്, അന്ധവിശ്വാസമാണ്. ശാസ്ത്രം മാത്രമാണ് അറിയാനുള്ള മാർഗം. ഇതാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. നിരീക്ഷണവും അതിനെ അടിസ്ഥാനമാക്കിയ യുക്തിയധിഷ്ഠിതമായ ചിന്തനവും. എന്റെ ജീവിതത്തിൽ 18,000-ാമത്തെ തവണവും ഞാനിത് പറയുന്നിടത്തൊക്കെ പറയുന്ന സംഗതിയാണ്. ഇത് പറയാതെ ഒരു മുന്നോട്ട് യാത്രയില്ല. യുക്തിവാദി എന്ന് പറയുന്നത് തന്നെ ജ്ഞാനശാസ്ത്രമാണ് നമ്മുടെ വിഷയം. എന്താണ് സാധുവായ ജ്ഞാനം എന്നതാണ് യുക്തിവാദിയുടെ ജോലി. നമ്മൾ മതത്തിനെതിരെ അല്ലെങ്കിൽ കുട്ടിച്ചാത്തിനെതിരെ അല്ലെങ്കിൽ വേറെ ചില സംഗതികൾക്കെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചാവേർ സംഘടനയല്ല. അതല്ല യുക്തിവാദിയുടെ ജോലി. സഹോദരൻ പറയുന്നതാണ്, യുക്തിവാദം ഒരു മതമല്ല, അത് യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള അറിവ് മാത്രം സ്വീകരിക്കുക എന്ന ഒരു മനോഭാവമാണ്. ഇറ്റ് ഇസ് എ മൈൻഡ് സെറ്റ്. ഇത് ഇന്നും പറഞ്ഞല്ല, 929 പറഞ്ഞാണ് യുക്തിവാദി മാസികയുടെ ആദ്യ ലക്കത്തിൽ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് തരത്തിൽ, ഇത് മാത്രമാണ് അടിസ്ഥാന കാര്യം. ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓരോന്നിൽ എതിർക്കുക, അത് എതിർക്കുക, ഇങ്ങനെ കുറെ സാധനങ്ങള് 1, 2, 3 എന്ന് ഐഡന്റിഫൈ ചെയ്ത് വെടിവെക്കാനുള്ള സന്നദ്ധ സംഘടനയല്ല യുക്തിവാദികൾ. എന്താണ് യഥാർത്ഥ ജ്ഞാനം? ഇത് മനസ്സിലാക്കുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിലുള്ള അറിവ്, അത് മാത്രമാണ് സ്വീകാര്യമായത് എന്ന് തീരുമാനിക്കുന്നതാണ്. അതാണ് യുക്തിവാദി. സയൻസ് ഇസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, എവറിങ് എൽസ് ഈസ് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ എന്നതിനെ ഞാൻ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യും. എവറിങ് എൽസ് ഈസ് ജസ്റ്റ് പോയട്രി. കവിതയാണ്, നല്ല ആസ്വദിക്കാനൊക്കെ കൊള്ളാം. നല്ല കഥകളായി നമുക്ക് ഇതൊക്കെ കൊണ്ടു നടക്കാം. നമ്മുടെ ജീവിതത്തിന് ഭംഗി തരുന്നതാണ്. ഈ കവിത, ഈ പറഞ്ഞ കവിതകളൊക്കെ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. നമ്മൾ ഈ പറഞ്ഞ വിശ്വാസ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, അതിന്റെ പ്രമാണങ്ങളുടെ ഭാഗമായി ഒരു കയറ് പിരിച്ചതുപോലെ ഈ കവിതയെ ഉപയോഗിച്ച് നമ്മുടെ ധാരണകളെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള നമ്മുടെ തീരുമാനങ്ങളെ ഒക്കെ മറ്റൊരാൾക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാം. നമ്മുടെ കഴുത്തിൽ കെട്ടേണ്ട കയറാക്കി ഇതിനെ മാറ്റാം. ഇതേ കാവ്യത്തിനെ നമുക്ക് ജീവിതത്തെ മനോഹരമാക്കാനുള്ള, സുഗന്ധവും വർണ്ണവും പരത്താനുള്ള പൂമാലകളാക്കാം. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രസിദ്ധനായ, ഇപ്പോ കേരളത്തിൽ വളരെ പ്രസിദ്ധനാണ്, ഫേസ്ബുക്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള ഒരുപാട് അനുയായികളുള്ള ഒരു അദ്ദേഹം ചികിത്സകനും കൂടിയാണ്. അദ്ദേഹം ഒരു പഴയ കവിതയാണ് വാസ്തവത്തിൽ. ഭഗവത്ഗീതക്ക് ഒരു കവിതയാണ്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ വ്യാസൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ഒരു കവിത, ഒരു പഴയ പുസ്തകം. അതിന്റെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിൽ പറഞ്ഞ ഒരു ശ്ലോകം, യം വാപി സ്മരൻ ഭാവം ത്യജത്തിന്റെ കളയപുരം തം തമൈപതി കൗന്ദേയ സദാ തദ് ഭാവഭാവിത. ഏതേത് ഭാവം സ്മരിച്ചുകൊണ്ട് ഒടുവിൽ ശരീരം വിടുന്നുവോ എപ്പോഴും അതേ ഭാവത്തിൽ മനുഷ്യൻ വീണ്ടും പുനർജനിക്കുമെന്നാണ് പറയുന്നത്. മരിക്കുന്ന സമയത്ത് അതൊരു കഥ എങ്ങനെയാണ്? മരിക്കുന്ന സമയത്ത് ഒരു രാജാവ്, ഒരാള് മരിക്കുന്ന സമയത്ത് ഒരു മാനിനെ കുറിച്ച് ഓർത്തത് കൊണ്ട് അദ്ദേഹം മാനായി ജനിച്ചു എന്നാണ് കഥ. ഒരു പഴയ കഥയാണ്. രസമുള്ളൊരു സങ്കല്പം. ഇദ്ദേഹം, ഈ ചികിത്സകൻ, വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോകളും ഒക്കെ സമൃദ്ധമായി ലഭ്യമാണ്. സമൃദ്ധമായി അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ മനുഷ്യരുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ ആധികാരികമായിട്ട്, ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. ഇത് കവിതയല്ല അദ്ദേഹത്തെ സംബന്ധിച്ച്, ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണമാണ്. അദ്ദേഹം പറയുന്നത്, ആ വീഡിയോ, അതിന്റെ ഒരു ഓഡിയോ പക്ഷേ ക്ലിയർ അല്ല. ജന്മനാലുള്ള അംഗവൈകല്യങ്ങൾക്ക് കാരണം മനുഷ്യർ ആശുപത്രിയിൽ കിടന്ന് മരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ? ഇങ്ങനെ ശകലിതമായ ശരീരങ്ങൾ, മുറിക്കപ്പെട്ട മനുഷ്യരൊക്കെ കിടക്കുകയാണ് മറ്റും. ഇയാളുടെ മൂക്കിലും വായിലും ട്യൂബിട്ട് മരിക്കാൻ കിടക്കുകയാണ്. ഇങ്ങനെ ആശുപത്രിയിൽ കിടന്ന ആൾക്കാർ മരിക്കുമ്പോൾ അവരുടെ മനസ്സിലെ ധാരണ എന്താണ്? ഈ മരിച്ച ശരീരങ്ങൾ, ഈ മുറിക്കപ്പെട്ട ശരീരങ്ങളെ, കാല് പോയ, കൈ പോയ, കണ്ണുപോയ ആൾക്കാരുടെ ശരീരങ്ങൾ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഇയാൾ മരിക്കുന്നത്. അപ്പോൾ ഇയാൾ അടുത്ത ജന്മം എന്തായി ജനിക്കും? ഇതൊന്നും ഇല്ലാതെ ജനിക്കുന്നതാണ്. വളരെ സീരിയസ് ആയിട്ട്. അതുകൊണ്ട് എങ്ങനെ മരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഇറക്കി കിടത്തണം, വിളക്ക് വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കവിതയെ കയറാക്കലാണ് ഇവിടെ നടന്നത്. ഈ ഒരു പുരാതന സങ്കല്പത്തെ, ഒരു കവിത, ഒരു പൂമാലയാക്കി നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഈ കവിതയെ അതൊരു കവിതയായി കൊണ്ടു നടക്കാം. അതിന് പകരം അദ്ദേഹം അതിനൊരു കയറാക്കി നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോകുക, അദ്ദേഹം പറഞ്ഞത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ പൂർവികരുടെ കാവ്യസങ്കല്പങ്ങൾ സാധുവായ പ്രകൃതിശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് പറഞ്ഞത്. നിരീക്ഷണവും അതിനെ അടിസ്ഥാനമാക്കി യുക്തിധിഷ്ഠിതമായ ചിന്തനവും കൊണ്ട് കിട്ടുന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് സ്വീകാര്യമായ അറിവ്. ഇവിടെ അതല്ല. ഇവിടെ ഒരു വിശ്വാസ പ്രസ്ഥാനമാണ്. ഇത് യുക്തിവാദി ഒന്നാം ലക്കത്തിലെ പ്രസ്താവമാണ്. നിരീക്ഷണവും ചിന്തനവും കൂടാതെ
പ്രകൃത്യതീതമായ വഴിക്ക് അറിവ് ലോകത്തിൽ ചില പ്രധാന ഘട്ടങ്ങളിലും ആളുകൾക്ക് സിദ്ധിക്കുകയോ വെളിപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിശ്വാസ പ്രസ്ഥാനം. ഈ പുരാതന കവിതകളൊക്കെ ഇതുപോലുള്ള വെളിപാടുകളാണ്. വെളിപാട് പുസ്തകങ്ങളായി എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കും. എല്ലാവരും വ്യാഖ്യാന വിദഗ്ധന്മാരാണല്ലോ. ഇത് വ്യാഖ്യാനിക്കും. എല്ലാ ഈ ലോകത്തിന് മുഴുവൻ അവർ വ്യാഖ്യാനിച്ച് നിരപ്പാക്കി തരും ഈ പഴയ സംഗതികളെ സ്വീകരിച്ചുകൊണ്ട്. ഇത് നമുക്ക് സ്വീകാര്യമല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ എം വ്യാപി സ്മരൺ ഭാവം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 2-3 സ്ലൈഡ് കൂടി അവസാനിപ്പിക്കും. എം വ്യാപി സ്മരൺ ഭാവം ത്യജത്തെ കളയവരം തം തമയവതി കൗന്ദേയ സദാ ഭാവഭാവിത എന്ന കാവ്യസങ്കല്പത്തെ ഒരു കവിതയാക്കി തന്നെ നിർത്തുക സാധ്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ. ഒടുവിലായ കത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിന്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. ഇവിടെ നമ്മൾ കാണുന്നതാണ് അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. ആ പച്ചയുടെ ഓർമ്മയിൽ മരിക്കുന്ന മനുഷ്യൻ ഒരു പുൽക്കുടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു കാവ്യസങ്കല്പമാണ്, മനോഹരമായ കാവ്യസങ്കല്പമാണ്. അത് കാവ്യമായി നിർത്താൻ നമുക്ക് കഴിയണം. ഈ കാവ്യസങ്കല്പങ്ങൾ പിരിച്ച് കെട്ടുകയറുകളാക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതം മൃഗതുല്യമാവും. എ സൊസൈറ്റി ബിലീവിംഗ് ഇൻ അബ്സർഡിറ്റീസ് കമ്മിറ്റ് അട്രോസിറ്റീസ്. ഇവിടെയാണ് നമ്മൾ അതേ സംഗതിയാണ്. ഈ രീതിയിൽ നമ്മുടെ മരണത്തെ അതിജീവിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന ധാരണയെ ഉണരുന്ന, അബ്സർഡിറ്റിയെ പുണരുന്ന ഒരു സമൂഹം കാലൊഴിച്ചൂട്ട് നടത്തുന്നു. ഇതുപോലുള്ള അട്രോസിറ്റീസ് അതേ സമയത്ത് നടത്തുന്നു. പുരാതന കാവ്യഭാവനകൾ പിരിച്ചുണ്ടാക്കിയ കയറുകൊണ്ട് ബന്ധിതരാക്കി കുട്ടികളെ മരണത്തിലേക്ക് അയക്കാത്ത ഒരു ലോകം ഉണ്ടാവട്ടെ. ത്യാഗരാജന്റെ സംഗീതമായും റഫീഖ് അഹമ്മദിന്റെ നമ്മൾ ഈ കേട്ടുപോകേണ്ട കവിതകളായും കാവ്യസങ്കല്പങ്ങളുടെ കുമാരകളും ചെണ്ടുകളും നമ്മുടെ ജീവിതത്തിന് വർണ്ണവും സുഗന്ധവും നൽകട്ടെ. നന്ദി, നമസ്കാരം.